ഉയർത്തി 3 ഹല്ലേലൂയ പറയാമല്ലോ. ഒരിക്കൽ കൂടെ ശക്തിയോടെ ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഉപവാസ പ്രാർത്ഥനയുടെ 5-ാം ദിവസം പകൽക്കാലത്തിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവ് നമുക്ക് സഹായിച്ച കൃപയ്ക്കും ദയയ്ക്കും വിശ്വസ്തതയ്ക്കുമായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന എല്ലാ ബഹുമാനിതരായ കർത്താവിന് വിലപ്പെട്ട അഭിഷിക്തന്മാർക്കും കടന്നു വന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിലുള്ള എൻ്റെ സ്നേഹവും വന്ദനവും ഞാൻ അറിയിക്കുകയാണ്. കഴിഞ്ഞ ദിനങ്ങളിലൊക്കെയും കർത്താവ് നമ്മെ ശക്തീകരിച്ചുകൊണ്ടും ആവശ്യമായ ദൈവികമായ ആലോചനകളാലും വചനത്താലും ദൈവം നമ്മെ നിറച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഈ പകൽക്കാലവും വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കപ്പെടാം. സ്തോത്രം. ഈ പകൽക്കാലവും നമ്മുടെ മധ്യേ കർത്താവിൻ്റെ വചനം ശുശ്രൂഷിക്കുന്നത് പാസ്റ്റർ എം എ ജോണാണ്. മുൻ കേരള സ്റ്റേറ്റ് പ്രസിഡൻറ്റും പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൻ്റെ ഡിസ്ട്രിക്ട് പാസ്റ്ററുമായിട്ട് ചുമതല വഹിക്കുന്ന ബഹുമാനപ്പെട്ട കർത്താവിന് വിലപ്പെട്ട അഭിഷിക്തൻ. ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ താൻ തൃശ്ശൂരിൻ്റെ ഭാഗത്ത് ശുശ്രൂഷയിലായിരുന്നു. ഏകദേശം രാത്രി 3-3:30 കൂടിയാണ് ഭവനത്തിലേക്ക് എത്തിയത്. ഒട്ടും വിശ്രമമില്ലാതെ ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ ദാസനും ശുശ്രൂഷയിലായിരിക്കുകയാണ്. പ്രത്യേക കർത്തദാസനെ ഓർത്തും പ്രാർത്ഥിക്കണമേ എന്ന് വിനീതമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. ഈ പകൽക്കാലവും ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ മേൽ വെളിപ്പെടുവാൻ, ദൈവം നമ്മെ ആലോചനയാൽ നിറയ്ക്കുവാൻ, വചനത്തിൻ്റെ ആഴത്തിലേക്ക് നമ്മെ ഇറക്കുവാൻ നമുക്ക് ഏവർക്കും വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. നാം പ്രാർത്ഥിക്കുമെങ്കിൽ കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയായിത്തീരും. നാം എത്രമാത്രം ദൈവകരങ്ങൾ ഏൽപ്പിച്ചായിരിക്കുമോ അത്രമാത്രം ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യേ വെളിപ്പെടുവാനിടയായിത്തീരും. ആകയാൽ ഈ പകൽക്കാലവും വളരെ പ്രാർത്ഥനയോടെ സമർപ്പണത്തോടെ നമുക്ക് ദൈവപാദാന്തിയായിരിക്കാം. ശുശ്രൂഷകൾക്കായിട്ട് കർത്താവിൻ്റെ വലിയൊരു ദാസനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെ 5-ാമത്തെ പകൽക്കാലം ദൈവജനമായി ഉടമ്പിൽ നിൽക്കുവാനിടയാകുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഈ സഭയിലെ ശുശ്രൂഷന്മാരായിരിക്കുന്ന ബഹുമാനീയ കർത്തദാസന്മാർ പാസ്റ്റർ ജി അലക്സാണ്ടർ, പാസ്റ്റർ ജോമോൻ എബ്രഹാം, പാസ്റ്റർ പ്രവീൺ ജോസഫ്, സദസ്സിലും അനേക ദൈവദാസന്മാരെ ഞാൻ കാണുന്നുണ്ട്. ഇംഗ്ലീഷ് സർവീസും ഹിന്ദി സർവീസും ലീഡ് ചെയ്യുന്ന ബഹുമാനീയ കർത്തദാസൻ പാസ്റ്റർ ജോസഫ്, പാസ്റ്റർ ടി ജോണ്, പാസ്റ്റർ ടി എം ജോർജ്, പാസ്റ്റർ സജീവ്, പാസ്റ്റർ സോമന്, പാസ്റ്റർ സാബു, അങ്ങനെ എല്ലാവരെയും ഞാൻ കാണുന്നുണ്ട്. എല്ലാവരെയും ഞാൻ വന്ദനം ചെയ്യുന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എനിക്ക് പ്രിയപ്പെട്ടവരാണ്. എല്ലാവരെയും ഞാൻ വന്ദനം ചെയ്യുന്നു. നമുക്കൊരു വാക്യം വായിക്കാം. 68-ാം സങ്കീർത്തനം 7-8 വാക്യങ്ങൾ. 68-ാം സങ്കീർത്തനം 7-8 വാക്യങ്ങൾ. ഈ സീന ഇസ്രായേലിൻ്റെ ദൈവമായ ദൈവത്തിൻ്റെ മുമ്പിൽ കുലുങ്ങിപ്പോയി. ദൈവമേ, നീ നിന്റെ ജനത്തിൻ്റെ മുമ്പായി നടന്നു. ദൈവം തൻ്റെ ജനത്തിൻ്റെ മുമ്പിൽ നടക്കുന്നവനാണ്. അത്രയും മനസ്സിലാക്കിയാൽ പോരാ, ദൈവം തൻ്റെ ജനത്തിൻ്റെ മുമ്പിൽ എങ്ങനെയൊക്കെ നടക്കും. ദൈവം തൻ്റെ ജനത്തിൻ്റെ മുമ്പിൽ നടക്കുമ്പോൾ എന്തെല്ലാം സംഭവിക്കും. എൻ്റെ വേദപുസ്തക പഠനത്തിൽ ദൈവം തൻ്റെ ജനത്തിൻ്റെ മുമ്പിൽ നടന്ന 7 സംഭവങ്ങൾ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ആ 7 വാക്യങ്ങൾ നമ്മൾ വായിക്കാൻ പോവുകയാണ്. ഒരുപക്ഷെ അതിലധികം കണ്ടേക്കാം. ഞാൻ കണ്ടെത്തിയ 7 കാര്യങ്ങൾ. ദൈവം തൻ്റെ ജനത്തിൻ്റെ മുമ്പിൽ എങ്ങനെയെല്ലാം നടക്കും. ദൈവം തൻ്റെ ജനത്തിൻ്റെ മുമ്പിൽ നടന്നാൽ എന്തെല്ലാം സംഭവിക്കും. ഇതാണിന്ന് പൽക്കാലത്തെ നമ്മുടെ ചിന്താവിഷയം. ദൈവം തൻ്റെ ജനത്തിന് മുമ്പിൽ നടന്ന 1-ാമത്തെ സംഭവം. ആവർത്തന പുസ്തകം 1 പറയുമ്പോൾ ബൈബിൾ കിടക്കുന്ന ക്രമത്തിലല്ല. ഞാൻ എണ്ണം പറഞ്ഞ് അങ്ങ് പോവുക. 7 എണ്ണം തികയ്ക്കാണ്ടായി. അതുകൊണ്ട് ഞാൻ എണ്ണം പറഞ്ഞതായിട്ട് കരുതിയാൽ മതി. ആവർത്തന പുസ്തകം 1-ാം അധ്യായം 30 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. ആവർത്തന പുസ്തകം 1-ാം അധ്യായം 30 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളുടെ മുമ്പിൽ നടക്കുന്നു. ഇനി കാണാൻ പോകുന്ന
6 വാക്യങ്ങളും ഈ പ്രസ്താവന നമ്മൾ വായിക്കും. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളുടെ മുമ്പിൽ നടക്കുന്നു. ആ ആ ആ ആ ആ ആ ആ അടുത്തത് ആ പാളയം ഇറങ്ങേണ്ടതിന് നിങ്ങൾക്ക് സ്ഥലം അന്വേഷിക്കേണ്ടതിനും നിങ്ങൾ പോകേണ്ടുന്ന വഴി നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടതിനും രാത്രി അഗ്നിയിലും പകൽ മേഘത്തിലും നിങ്ങൾക്ക് മുമ്പായി നടന്നു. മതി. ദൈവം തന്നെ ജനത്തിന്റെ മുമ്പാകെ എങ്ങനെ നടന്നു? പകൽ മേഘത്തിൽ നടന്നു, രാത്രി അഗ്നിയിൽ നടന്നു. എന്തിന്? പോകേണ്ടുന്ന വഴി കാണിച്ചു കൊടുക്കുവാൻ, പാളയം ഇറങ്ങേണ്ടതിന് സ്ഥലം പറഞ്ഞു കൊടുക്കുവാൻ ദൈവം തന്റെ ജനത്തിന്റെ മുമ്പിൽ നടന്നവനാണ്. രാത്രിയിൽ നടക്കുമ്പോൾ പാത തെറ്റാതെ വണ്ണം അവൻ അഗ്നിസ്തംഭമായി തന്റെ ജനത്തിന് മുമ്പായി നടന്നു. പകൽ അവൻ മേഘസ്തംഭമായി തന്റെ ജനത്തിന്റെ മുമ്പിൽ നടന്നു. ഇങ്ങനൊരു ദൈവം എന്റെയും നിങ്ങളുടെയും മുമ്പിൽ നടന്നതുകൊണ്ടാണ് പാത തെറ്റാതെ ഇത്രത്തോളം നടക്കുവാൻ എനിക്കും നിങ്ങൾക്കും സംഗതിയായത്. വഴിപോക്കൽ മോശന്മാരെങ്കിലും പാത തെറ്റാതെ നടക്കുന്നു. കാരണം പാത പറഞ്ഞു തരുവാൻ ഒരു വഴികാട്ടി നമ്മുടെ മുമ്പിൽ നടക്കുന്നു. ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ മകനെ അതല്ല വഴി, ഇതാണ് വഴിയെന്ന് പറഞ്ഞ് വഴി പറഞ്ഞു തന്ന് അവൻ നമുക്ക് വഴികാട്ടിയായി മുമ്പാകെ നടക്കും. കർത്താവ് പറഞ്ഞു, ഞാൻ നല്ല ഇടയനാണ്. ആടുകൾ തന്റെ ശബ്ദം കേൾക്കുന്നു, അവനെ അനുഗമിക്കുന്നു, ഞാൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. ഇങ്ങനൊരു കർത്താവ്, ഇങ്ങനൊരു ഇടിയൻ നമ്മുടെ മുമ്പിൽ നടക്കുന്നത് കൊണ്ട് പാത തെറ്റാതെ നടക്കുവാൻ നമുക്ക് സംഗതിയായി, മേലാലും പാത തെറ്റാതെ നടത്തുവാൻ ഇവൻ നമ്മുടെ മുമ്പാകെ നടക്കുന്നുണ്ട്. അപ്പൊ ദൈവം തന്റെ മുമ്പിൽ നടക്കുന്നത് പാത പറഞ്ഞു തരുവാൻ. എവിടെ പാളയം ഇറങ്ങണം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എവിടെ പാളയം അടിക്കണം, എവിടെ കൂടാരം അടിക്കണം എന്ന് പറഞ്ഞു തരുവാൻ ദൈവം തന്റെ ജനത്തിന് മുമ്പിൽ നടക്കുന്നു. ദൈവം തന്റെ മുമ്പിൽ നടന്ന രണ്ടാമത്തെ സംഭവം, അബ്രഹാം തന്റെ മകനായ ഇസഹാക്കിന് വേണ്ടി ഒരു കന്യകയെ തിരഞ്ഞെടുക്കുവാൻ തന്റെ വിശ്വസ്ത ദാസനെ പറഞ്ഞയക്കുമ്പോൾ, ആ ദാസന്റെ പേര് ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിൽ വായിക്കുന്നില്ല, നാം കാണുന്നില്ല. ദാസൻ ദാസൻ എന്നേ കാണുന്നുള്ളൂ. എലിയാസാദാണെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്, അങ്ങനെ തന്നെ ആകട്ടെ. ഈ എലിയാസാദിനെ പറഞ്ഞയക്കുമ്പോൾ എലിയാസാദ് ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഞാൻ കണ്ടെത്തുന്ന, അബ്രഹാം പറയുന്നുണ്ട്, ഈ കനാന്യയുടെ ഇടയിൽ നിന്ന് ഒരു കന്യകയെ നീ തിരഞ്ഞെടുക്കരുത്. എന്റെ പിതൃഭവനത്തിൽ ചെന്ന് എന്റെ ചാച്ചക്കാരുടെ അടുക്കൽ ചെന്ന് വേണം എന്റെ മകൻ ഒരു കന്യകയെ തിരഞ്ഞെടുക്കുവാൻ. അങ്ങനെ ഈ ദാസൻ പോകുമ്പോൾ ദാസൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഞാൻ കണ്ടെത്തുന്ന കന്യകയ്ക്ക് ഇങ്ങോട്ട് വരാൻ മനസ്സില്ലെങ്കിൽ ഞാൻ നിന്റെ മകനെ അങ്ങോട്ട് കൊണ്ടുപോകട്ടോ. അതിന് അബ്രഹാം കൊടുക്കുന്ന മറുപടി, എൻ്റെ മകനെ അങ്ങോട്ട് കൊണ്ടുപോകാതിരിപ്പാൻ സൂക്ഷിക്കണം. 24-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം 6-ാം വാക്യമാണ്. അത് കഴിഞ്ഞിട്ട് അബ്രഹാം ഈ ദാസനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. 7-ാമത്തെ വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം 7-ാം വാക്യം. ആ ആ ആ ആ ആ ആ ആ ആ നിനക്ക് മുമ്പായി
തന്റെ ദൂതനെ അയക്കും എന്ന 7-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ഈ ദാസൻ പിന്നെ പറയുന്നുണ്ട്, എന്റെ മുമ്പായി നടന്നത് അബ്രഹാമിന്റെ ദൈവമായ യഹോവയാണ്. ഇങ്ങനെ ഈ ദാസൻ യാത്ര ചെയ്ത് 14-ാമിലെത്തി ഒരു കിണറ്റിന്റെ ചൂട്ടിൽ നിൽക്കുകയാണ്. ദൈവത്തോട് അവനൊരു അപേക്ഷിച്ചു, ഞാൻ ഈ കിണറ്റിന്റെ അടുക്കൽ നിൽക്കുന്നു, ഇപ്പോൾ ഈ ദേശത്തെ കന്യകമാർ വെള്ളം കോരാൻ വരും, ഞാൻ അവരോട് എനിക്ക് കുടിപ്പാൻ വെള്ളം വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ യജമാനനെ നിനക്ക് മാത്രമല്ല നിന്റെ 10 ഒട്ടകങ്ങൾക്കും ഞാൻ വെള്ളം കോരിത്തരാം എന്ന് പറയുന്ന പെൺകുട്ടി ആരാണോ അവളായിരിക്കും ഇസഹാക്കിന്റെ ഭാര്യ. ഈ തീരുമാനവും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോൾ അബ്രഹാമിന്റെ സഹോദരനായ നാഹോദിന്റെ മകനായ ബെതുവേലിന്റെ മകൾ റബേക്ക തോളിൽ പാത്രവുമായി വെള്ളം കോരാൻ വരും. ബാലി അതിസുന്ദരിയും പുരുഷൻ തൊടാത്ത കന്യകയുമാണ്. ഈ ദാസൻ ഇതുപോലെ അവളോട് ആവശ്യപ്പെട്ടു. ദാസൻ പ്രതീക്ഷിച്ച മറുപടി അവളിൽ നിന്ന് ലഭിച്ചു. ഈ ദാസൻ ഉറപ്പ് ലഭിച്ചു, ഇസഹാക്കിന് വേണ്ടി ദൈവം കണ്ടെത്തിയ പെൺകുട്ടി ഇവൾ തന്നെയാണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഈ ദാസൻ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്. 27-ാം വാക്യം, 27-ാമത്തെ വാക്യം. ആ ആ ആ ഈ യാത്രയിൽ യഹോവ എന്നെ എന്റെ യജമാനന്റെ സഹോദരന്മാരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നുവല്ലോ എന്ന് പറഞ്ഞു. 7-ാം വാക്യത്തിൽ ദൂതനെ അയക്കുമെന്ന് അബ്രഹാം ദാസനോട് പറയുമ്പോൾ ഈ ദാസൻ പറയുന്നു, എന്നെ ഇവിടത്തോളം കൂട്ടിക്കൊണ്ടുവന്നത് എന്റെ യജമാനന്റെ ദൈവമായ യഹോവയാണ്. അങ്ങനെയെങ്കിൽ ആ ദാസന്റെ മുമ്പിൽ നടന്നത് വലിയവനായ ദൈവമാണ്. എന്തിന്? വഴി പറഞ്ഞു കൊടുക്കുവാൻ, എത്തിക്കേണ്ട സ്ഥാനത്തെത്തിക്കുവാൻ, തെറ്റുപറ്റാത്ത തിരഞ്ഞെടുപ്പ് നടത്തുവാൻ ദൈവം തന്റെ ജനത്തിന്റെ മുമ്പാകെ ഇന്ന് നടക്കുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തെറ്റുപറ്റാത്ത തിരഞ്ഞെടുപ്പ് നടത്തുവാൻ ഇടയായത് സ്വർഗത്തിലെ ദൈവം നമ്മുടെ മുമ്പിൽ നടന്നതുകൊണ്ടാണെങ്കിൽ ഇന്നും ആ ദൈവം നമ്മുടെ മുമ്പിൽ നടക്കുന്നുണ്ട്. എത്തിക്കേണ്ട സ്ഥാനത്ത് എത്തിച്ച് തെറ്റുപറ്റാത്ത തിരഞ്ഞെടുപ്പ് നടത്തുവാൻ, വഴി പറഞ്ഞു തരുവാൻ, എത്തേണ്ടിടത്തെത്തുവാൻ ഈ ദൈവം നമ്മുടെയും മുമ്പിൽ നടക്കുന്നുണ്ട്. ഈ ദാസൻ ഇവളോട് ചോദിക്കുന്നുണ്ട്, നിന്റെ വീട്ടിൽ പാർക്കുവാൻ ഞങ്ങൾക്ക് ഇടമുണ്ടോ? അവളുടെ മറുപടി, ഇടമുണ്ടെന്ന് മാത്രമല്ല, ഈ ഒട്ടകങ്ങൾക്ക് കൊടുക്കുവാൻ വേണ്ടുവോളം തീനുമുണ്ട്. അവൻ ആ വീട്ടിലേക്ക് ആനയിക്കപ്പെട്ടു. കാര്യമെല്ലാം പറഞ്ഞു, വിവാഹമെല്ലാം ഉറപ്പിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഈ ദാസൻ വീണ്ടും യഹോവയുടെ മുമ്പാകെ കുമ്പിട്ട് അവൻ പ്രാർത്ഥിക്കുന്നുണ്ട്. 48-ാം വാക്യം, 48-ാം വാക്യം. ആ ആ എന്നെ നേർവഴിക്ക് കൊണ്ടുവന്നവനായി എന്റെ യജമാനൻ അബ്രഹാമിന്റെ ദൈവമായ യഹോവയെ അവൻ വാഴ്ത്തി. അപ്പോൾ അവനെ നേർവഴിക്ക് കൊണ്ടുവന്നത്, എത്തേണ്ട സ്ഥാനത്തെത്തിച്ചത് വലിയവനായ ദൈവമാണ്. അവന്റെ മുമ്പാകെ നടന്നു, എത്തേണ്ട സ്ഥാനത്ത് എത്തിച്ചു. പിറ്റേ ദിവസം രാവിലെ ഈ യജമാനൻ, ഈ എലയാസാർ, ബെതുവേലിനോടും ലാബാനോടും പറയുന്നു, യഹോവന്റെ കാര്യമൊക്കെ സാധിപ്പിച്ചു, ഇന്ന് തന്നെ ഞങ്ങളെ അയക്കണം. ഉടനെ ബെതുവേലും ലാബാനും പറഞ്ഞു, അതങ്ങനെ ഒക്കുന്നേ, നീ ഇന്നലെ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ, കല്യാണം വെച്ച
ഇപ്പം തന്നെ പോകണമെന്ന് വെച്ചാൽ ഒക്കുന്ന കാര്യമല്ല. 10 ദിവസം കൂടെ കഴിഞ്ഞേച്ച് പോയാൽ മതി. 10 ദിവസം കഴിഞ്ഞേ ബാല നിന്നോടൊപ്പം വരത്തുള്ളൂ. എലിയാസാർ പറഞ്ഞു, എനിക്കിപ്പോൾ തന്നെ പോകണം. റെബേക്കയുടെ പിതാവ് സഹോദരൻ പറയുന്നു, 10 ദിവസം കഴിഞ്ഞ് പോയാൽ മതി. അപ്പോൾ അവര് ഒരു ധാരണയിലെത്തി. ഇങ്ങനെ നമ്മൾ തർക്കിച്ചൊരു കാര്യമൊന്നുമില്ല. നമുക്ക് ബാലിയോട് തന്നെ അങ്ങ് ചോദിക്കാം. അവളെന്തു പറയുന്നുവോ അതുപോലെ തീരുമാനിക്കാം. ഉടനെ ഇവര് ബാലയെ ഇങ്ങോട്ട് വിളിച്ചു. ബാലയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇദ്ദേഹം പറയുന്നു ഇപ്പം പോകണം, ഞങ്ങൾ പറയുന്നു 10 ദിവസം കഴിഞ്ഞ് പോയാൽ മതി. നിന്റെ അഭിപ്രായം എന്തോ? ഇത് കേൾക്കാത്ത ആ സവള് പറഞ്ഞു, ഞാൻ ഇപ്പോൾ തന്നെ. തൻ്റെ മണവാളനെ പറ്റിയുള്ള വർണ്ണന കേട്ടപ്പോൾ ഒരു ദിവസം മുമ്പ് അവൻ്റെ അടുക്കൽ ചെല്ലുവാനുള്ള അഭിവാഞ്ച നിമിത്തം അവള് പറയുന്നു, ഞാൻ ഇപ്പോൾ തന്നെ ഈ പുരുഷന്റെ കൂടെ പോകുന്നു. അവ യാത്ര പുറപ്പെട്ടു. ഒട്ടകപ്പുറത്ത യാത്ര സുഗമമല്ല, മരുഭൂമിയിൽ കൂടിയുള്ള യാത്രയാണ്. അവള് വിചാരിച്ചു പെട്ടെന്നങ്ങ് ചെല്ലുവന്നു. ഇറാഖിൽ നിന്ന് ഇസ്രായേൽ വരെ യാത്ര ചെയ്യണം. 2, 3, 4, 5 ദിവസത്തെ യാത്രയൊന്നുമല്ല, ദിവസങ്ങളോളം എടുക്കും. യാത്ര കഠിനമാകുമ്പോൾ അവൾക്ക് നോക്കുവാൻ ഒരുവനേ ഉള്ളൂ, എലിയാസാദിന്റെ മുഖം. യജമാനനെ എത്ര നാൾ കൂടിയുണ്ട്? അവള് പറയും, യജമാനൻ പറയും, മകള് ഇനി ചില ദിവസങ്ങൾ കൂടെ മാത്രമേ ഉള്ളൂ. ആ ശബ്ദമാണ് ആ മരുഭൂ യാത്രയിൽ അവളെ ധൈര്യപ്പെടുത്തി മുന്നോട്ട് നയിച്ചതെങ്കിൽ ഞാനും നിങ്ങളും വിശ്വാസത്തോടെ ഈ പാതയിൽ ഇറങ്ങി പുറപ്പെട്ടെങ്കിൽ, യാത്ര കഠിനമാകുമ്പോൾ മരുഭൂമിയിലെ ചൂട് വർദ്ധിക്കുമ്പോൾ നമുക്ക് നോക്കുവാൻ ഒരുവനേ ഉള്ളൂ, പരിശുദ്ധാത്മാവെന്ന എലിയാസാർ. അവൻ നമ്മളെ ആശ്വസിപ്പിച്ച പരിശുദ്ധാത്മാവിന്റെ ശബ്ദമാണ് ചൂടേറിയ അനുഭവത്തിൽ നമ്മെ തണുപ്പിച്ച് വഴിയടത്തുന്നത്. സ്തോത്രം. ചൂട് കഠിനമാകുമ്പോൾ, വേദന കഠിനമാകുമ്പോൾ, തളരുന്നു എന്ന് തോന്നുമ്പോൾ ധൈര്യപ്പെടുത്തുന്ന ഒരു കാര്യസ്ഥൻ, ബലപ്പെടുത്തുന്ന ഒരു കാര്യസ്ഥൻ, ആശ്വാസ വചനം കൊടുക്കുന്ന ഒരു കാര്യസ്ഥൻ. അവർക്ക് തിരിഞ്ഞു പോകാൻ അഭിമാനം സമ്മതിക്കുന്നില്ല. അപ്പനും സഹോദരനും തടഞ്ഞതാണ്, 10 ദിവസം കൂടെ കഴിയട്ടെ. അത് വകവയ്ക്കാതെ ഇറങ്ങി പുറപ്പെട്ടതാണ്. അപ്പൊ തിരിച്ചു പോകാനൊക്കത്തില്ല. നോക്കുവാൻ ഒരുവനേ ഉള്ളൂ, എലിയാസാദിന്റെ മുഖം മാത്രമാണ്. നമ്മളും പ്രതീക്ഷയോടെ വിശ്വാസത്തിന്റെ കാലടി വച്ചെങ്കിൽ, പ്രതീക്ഷിക്കാത്ത ചൂടേറിയ മരുഭൂമി, പൊടിക്കാറ്റുകൾ ഒക്കെ ജീവിതത്തിൽ വരുമ്പോൾ തിരിഞ്ഞു നോക്കുവാനോ തിരിഞ്ഞു പോകുവാനോ നമ്മുടെ അഭിമാനം സമ്മതിക്കുന്നില്ല. നോക്കുവാൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. ഒരു ദിവസം പൊട്ടിവിടുന്നപ്പോൾ എലിയാസാർ പറഞ്ഞു, മകളെ ഇന്നുകൊണ്ട് യാത്ര അവസാനിക്കും. ഇന്നുകൊണ്ട് നമ്മുടെ യാത്ര അവസാനിക്കാൻ പോവുകയാണ്. നിന്റെ യാത്ര ഇന്ന് വൈകുന്നതോടുകൂടി നിന്റെ യാത്ര അവസാനിക്കും. അവൾക്ക് ധൈര്യമായി. ദൈവമക്കളെ, നമ്മുടെ യാത്രയും അവസാനിക്കാതായി. അന്ന് വൈകിയ വേളയിൽ വെയിലാറിയപ്പോൾ വൈകുന്നേരം എന്ന് പറയുന്നത് പകലിൻ്റെ അവസാനമാണ്, യാത്രയുടെ തുടക്കമാണ്. അതാണ് വെയിലാറുന്ന സമയം. ഈ ചൂടേറിയ പകൽ അവസാനിക്കാൻ പോകുന്നു. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വെളിപ്പെടുവാനായിട്ട് പോകുന്നു. ക്രിസ്തുവിന്റെ വാഴ്ചാകാലം ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത ആ ഭീകര രാത്രി വെളിപ്പെടുന്നതിന് മുമ്പ് വൈകിയ വേളയിൽ നമ്മുടെ ആത്മമണവാളൻ മധ്യാകാശത്തിൽ വെളിപ്പെടും. സ്തോത്രം. നാം അവന് കൈ കൊടുക്കും, അവന്റെ മാർവിൽ ചാരും.
ദൈവത്തിലെ നിന്റെ ചൂടേറിയ അനുഭവങ്ങൾ അവസാനിക്കാനായി. സ്തോത്രം. ഞാൻ ആത്മാവെ ദൂത് വിളിച്ചു പറയുന്നു, നാളുകളായി നീ അനുഭവിക്കുന്ന ചൂടേറിയ അനുഭവങ്ങൾക്ക് അവസാനം കുതിക്കുവാൻ സമയമായി. എന്നും ഈ മരുഭൂ യാത്രയല്ല, ചൂടേറിയ അനുഭവമല്ല, തിക്തമായ അനുഭവമല്ല, കയ്പ് വെള്ളം കുടിച്ചുകൊണ്ട് ജീവിക്കുന്ന അനുഭവമല്ല. നിന്റെ ചൂടേറിയ പകലിന് ദൈവം അറുതി വരുത്തുവാൻ സമയമാസന്നമായി. ഈ ഉപവാസ ദിവസങ്ങളിൽ പകലിന്റെ അനുഭവങ്ങൾക്ക്, ചൂടിന്റെ അനുഭവങ്ങൾക്ക്, മരുഭൂമിയുടെ അനുഭവങ്ങൾക്ക് വിരാമം കുതിച്ചുകൊണ്ട് ആശ്വാസത്തിന്റെ കൂടാരങ്ങൾ ദൈവം നിനക്ക് നിന്റെ കുടുംബത്തിന് വേണ്ടിയും ഒരുക്കാൻ പോകുന്നു എന്ന് ഞാൻ പ്രവചിച്ച് പറയുമ്പോൾ ആ കേറ്റെടുക്കുവാനായിട്ട് കഴിയും. സാധാരണ കൂടാരത്തിൽ ഈ റബേക്ക ആശ്വാസം കണ്ടെത്തിയതുപോലെ ചൂടലാഭ ശമ്പലാഭ വൈശലച്ച മൂടലാഭ വൈശലായ കൽബലാഭ കൂടലാഭ ശന്തലാഭ ഷായബലാഭ വൈമനെ കംഷിയാസിയാലെ. സ്തോത്രം. യാത്ര തുടങ്ങി അന്ന് മുതൽ ദീർഘവർഷങ്ങളായി ഈ ചൂടേറിയ അനുഭവത്തിൽ കൂടിയാണ് നീ യാത്ര ചെയ്യുന്നത്. ഇറങ്ങി പുറപ്പെട്ടി ആദ്യ ദിവസം മുതൽ ഇന്ന് വരെ നീ മരുഭൂമിയിലാണ് യാത്ര ചെയ്യുന്നത്. ഇതിനൊരു വിരാമം കുറിക്കുവാനുള്ള സമയം അടുത്തു വന്നു. നാളുകളായി ദൈവാത്മാവ് കേൾപ്പിക്കുന്ന പ്രവചന ശബ്ദമാണെങ്കിലും ഈ ഉപവാസ പ്രാർത്ഥനയെ ഞാൻ ശക്തിയോടെ ആ ദൂത് വീണ്ടും വിളിച്ചു പറയുന്നു. നിന്റെ ചൂടേറിയ അനുഭവങ്ങൾക്ക് അന്ത്യം കുതിച്ചുകൊണ്ട് കൂടാരത്തിന്റെ സ്വസ്ഥതയിലേക്ക്, കൂടാരത്തിന്റെ ആശ്വാസത്തിലേക്ക് ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും നടത്തുന്ന ദിവസങ്ങളാക്കാൻ പോവുകയാണ്. ദൈവം തന്റെ ജനത്തിന്റെ മുമ്പിൽ നടക്കുന്നത് ഒന്ന് വഴി പറഞ്ഞു തരുവാൻ, രണ്ട് എത്തിക്കേണ്ട സ്ഥാനത്തെത്തിച്ച് തെറ്റുപറ്റാത്ത തിരഞ്ഞെടുപ്പുകൾ നടത്തുവാൻ. ദൈവം തന്റെ ജനത്തിന് മുമ്പാകെ നടക്കുന്ന മൂന്നാമത്തെ സംഭവം ആവർത്തന പുസ്തകം 31-ാം അധ്യായം. ആവർത്തന പുസ്തകം 31-ാം അധ്യായം 3-ാം വാക്യം ആദ്യം വായിക്കാം. ആവർത്തന പുസ്തകം 31-ാം അധ്യായം 3-ാം വാക്യം. നിന്റെ ദൈവമായ യഹോവ തന്നെ നിനക്ക് മുമ്പായി കടന്നു പോകും. അടുത്തത്, ഈ ജാതികളെ അവൻ നിന്റെ മുമ്പിൽ നിന്ന് നശിപ്പിക്കുകയും നീ അവരുടെ ദേശം കൈവശമാക്കുകയും ചെയ്യും. ഇനി 8-ാം വാക്യം. യഹോവ തന്നെ നിനക്ക് മുമ്പായി നടക്കുന്നു. ദൈവം തന്റെ ജനത്തിന് മുമ്പാകെ നടക്കുന്നത് എന്തിനാ? അവിടെ 2 കാര്യങ്ങൾ നമ്മൾ വായിച്ചു കേട്ടു. ഒന്ന്, ജാതികളെ നശിപ്പിക്കുവാൻ. ഏത് ജാതികൾ? ദൈവജനത്തിന്റെ അവകാശ ഭൂമിയിൽ കാലടി വെച്ച് കുടിവാക്കുന്ന ജാതികളെ നശിപ്പിക്കുവാൻ. മറ്റൊന്ന്, ആ ദേശം കൈവശമാക്കുവാൻ, അല്ലെങ്കിൽ അസാധ്യമായതിനെ പിടിച്ചെടുക്കുവാൻ, തങ്ങൾക്ക് അവകാശപ്പെട്ടതിനെ പിടിച്ചെടുക്കുവാൻ. ജാതികളെ നശിപ്പിച്ച ദേശം പിടിച്ചെടുക്കുവാൻ ദൈവം തന്റെ ജനത്തിന് മുമ്പാകെ നടക്കും. ഇതാരുടെ ദേശം?
അബ്രഹാമിന് ദൈവം വാഗ്ദത്തം ചെയ്ത തീരാധാരമായി എഴുതിക്കൊടുത്ത ദേശം എന്ന് എഴുതിക്കൊടുത്തു. ഉൽപ്പത്തി പുസ്തകം, ഈ ഭാഗം വിടാതെ, ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 14 തുടങ്ങി 17 വരെയുള്ള വാക്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 14 തുടങ്ങിയുള്ള വാക്യങ്ങൾ. അല്പം കൂടെ വതച്ചു വായിച്ചാട്ടെ, വതച്ചു വായി. എല്ലാവരും എഴുതിയെടുക്കുന്നതുകൊണ്ട് വായിക്കാൻ ആൾക്കാർ കുറവാണ്. ആ ആ ആ ആ ശാശ്വതമായി തരും. അടുത്തത് ആക്കും. ആ ആ എണ്ണാം. അടുത്തത് ആ ഞാനത് നിനക്ക് തരും. ദൈവം അബ്രഹാമിന് എഴുതിക്കൊടുത്ത ദേശമാണ് ഈ കനാൻ ദേശം. ദൈവത്തിന്റെ അവകാശത്തിൽപ്പെട്ട ഒരു ഭൂപ്രദേശം ദൈവം അബ്രഹാമിന് കൈമാറ്റം ചെയ്തു. ഇത് നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വത അവകാശമായി ഞാൻ നിനക്ക് തരും. ഈ അബ്രഹാമിന്റെ സന്തതി 400 വർഷം മിസ്രൈമിൽ ചെന്നു പാർത്തു. ഈ സമയം നോക്കി കനാന്റെ ചുറ്റുപാടും കടന്ന 7 ജാതികൾ ഈ ദേശത്ത് കയറി കുടില് പണിത് വീട് പണിത് സുഖമായ താമസം. അബ്രഹാമിന്റെ മക്കൾ, ഇസ്രായേൽ മക്കൾ ഇവിടെ വന്നപ്പോൾ ജാതികളെല്ലാം കൂടെ കയറി താമസിക്കുന്നു. ഞാൻ പലയിടത്തും പറയുന്ന ഉദാഹരണം ഇവിടെ ആവർത്തിക്കുന്നു. പണ്ട് തമിഴ്നാട്ടിലെ മാഞ്ചിയം തോട്ടം, പിന്നെ റബറിൻ തോട്ടം, കശുമാവിൻ തോട്ടം ഒക്കെ വിൽക്കുന്നതിനെ പറ്റി മനോരമയിലൊക്കെ അഡ്വർടൈസ്മെൻ്റ് ഉണ്ടായിരുന്നു. ആട് വളർത്തലും അതും ഇതും പലതും പോയി പണം കൊണ്ട് കളഞ്ഞത് മാത്രം മിച്ചം. അപ്പം ഇങ്ങനെ ഒരു അഡ്വർടൈസ്മെൻ്റ് കണ്ട് ഞാനും ചെങ്കോട്ടയിൽ ചെന്ന് ഒരു 15 ഏക്കർ കശുമാവൻ തോട്ടം അങ്ങ് വാങ്ങിച്ചു. നാളെ പറഞ്ഞു പോയി നടക്കരുത്, ജോൺ പാസ്റ്ററൊക്കെ ചെങ്കോട്ടയിൽ 15 ഏക്കർ കശുമാവൻ തോട്ടം ഉണ്ടെന്ന് ഞാൻ വാങ്ങിച്ചു കേട്ടോ. വേലിയൊക്കെ കെട്ടി പക്ക ആദായം. ഒരു നല്ല മനുഷ്യൻ്റെ കയ്യിൽ നിന്നാണ് ഇത് വാങ്ങിച്ചത്. ഈ തട്ടിപ്പും വെട്ടിപ്പൊന്നുമില്ല. എൻ്റെ പേര് കൂട്ടി ഞാനിങ്ങ് പോന്നു. പിന്നെ ഞാൻ ആ വഴിക്ക് പോയില്ല, എനിക്ക് സമയം കിട്ടിയില്ല. വർഷങ്ങളൊത്തിരി കഴിയും, ഞാനങ്ങ് മരിച്ചു. പിള്ളേർ 3 പേരും കൂടെ അപ്പനെ അടക്കം ചെയ്യാൻ വന്നു. അടക്കമെല്ലാം കഴിഞ്ഞ് വെച്ച് പിള്ളേർ അപ്പൻ്റെ ആധാരങ്ങളെല്ലാം കൂടെ പരിശോധിച്ചപ്പോൾ കാണാം അപ്പനാ ചെങ്കോട്ടയിൽ 15 ഏക്കർ കശുമാവിൻ തോട്ടം. ഓ, അപ്പനിങ്ങനെ വസ്തു കിടക്കുക 3 എണ്ണം കൂടെ വച്ചു പിടിച്ചു ചെങ്കോട്ടയിൽ അപ്പൻ്റെ വസ്തു. ഈ തെന്മല കഴിഞ്ഞ് തമിഴ്നാട്ടിലോട്ട് ആര്യങ്കാവ് കഴിഞ്ഞ് കയറുമ്പോൾ അവിടെ ഒരു എസ്കേറുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ചെങ്കോട്ടയിൽ പോയി. എൻ്റെ പൊന്നെ, ഭയങ്കര എസ്കേറാണ്. രാത്രിയോഗം കഴിഞ്ഞ് രാത്രിയിലാണ് ഇങ്ങോട്ട് വന്നത്. കുഴി വീഴാതെ വന്നത് ഭാഗ്യം. പാണ്ഡ്യതോ ലോറികളെല്ലാം കൂടെ ക്യൂ ആയിട്ട് ആ എസ്കേറിൻ്റെ അടുക്കലെത്തിയപ്പോൾ ഇളയവൾ, എൻ്റെ കൊച്ചുമോള്, അവളങ്ങ് പേടിച്ചു പോയി. അവൾ പറഞ്ഞു ഞാൻ തമിഴ്നാട്ടിലോട്ടൊന്നും ഇല്ല, അപ്പൻ്റെ വസ്തുവും വേണ്ട, ഒന്നും വേണ്ട, ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞു. അവൾ യാത്ര അവസാനിപ്പിച്ചു. ബാക്കി 2 എണ്ണം കൂടെ വച്ചു പിടിച്ചു ചെങ്കോട്ടയിൽ അപ്പൻ്റെ വസ്തു കാണാനും പിടിച്ചെടുക്കാനും. അവിടെ വസ്തു കിടപ്പുണ്ട്, ഒരു കുഴപ്പമില്ല. പക്ഷേ പ്രശ്നം 10-100 എണ്ണം വീടും കൂടും കുടിലും പണിത് സുഖ താമസം. കോശുവേദ എരുമയെ വളർത്തുന്നു, കോശുവേദ കോഴിയെ വളർത്തുന്നു, ആടിനെ വളർത്തുന്നു. ഒരുത്തൻ കണ്ണായ കയറി ചെല്ലുന്ന 5 ഏക്കർ സ്ഥലം വകഞ്ഞു പിടിച്ച് മതിലും കെട്ടി കയറ്റുവിട്ട് 2 ജർമ്മൻ ഷെപ്പേർഡ് പട്ടിയെയും വാതിക്കെ കെട്ടിയിട്ടുണ്ട്. കയറാനും വയ്യ. അവിടെ ഞാൻ മൂത്ത ഇളയനോട് പറഞ്ഞോടാ, നമുക്ക് തിരിച്ചു പോകാം. ഇവിടെ കിടന്ന് യുദ്ധം ചെയ്താൽ ഇവന്മാരെല്ലാം കൂടെ നമ്മളെ തല്ലിക്കൊല്ലും, പോട്ടെ, അപ്പൻ്റെ വസ്തു പോട്ടെ, നമുക്ക് തിരിച്ചു പോകാമെന്ന്. ഇപ്പം ഇളയവൻ അല്പം ഉസീത് കൂടുതലാണ്. അവൻ പറഞ്ഞു അതെങ്ങനെ നോക്കുന്നത്, ആധാരം കയ്യിലില്ലയോ, അപ്പൻ്റെ വസ്തു അല്ലയോ, ഇവിടെ പോലീസും പട്ടാളവും കോടതിയും കേസും ഒക്കെ എന്തില്ലയോ, നമുക്ക് നിയമ നടപടിക്കുമോ? ഓ, ഉടനെ നിയമ നടപടി. പോലീസായി, കോടതിയായി, കേസായി.
അപ്പൻ്റെ വസ്തുവല്ലയോ. ഈ 100 അടിച്ചു പുറത്താക്കി. പിള്ളേര് അത് അവകാശമാക്കി അതിൻ്റെ ആദായം എടുക്കാൻ തുടങ്ങി. ഇതിൻ്റെ അകത്ത് എന്തോ തെറ്റ്? ഒരു തെറ്റുമില്ല. അതാ ചെയ്യേണ്ടത്. പോയ പോട്ടെന്ന് പറഞ്ഞാൽ തിരിച്ചു പോവുകയല്ല വേണ്ട. അപ്പൻ പണം കൊടുത്ത് വാങ്ങിച്ച വസ്തു. ഇത്രയും കാര്യമേ കനാൻ നാട്ടിലും നടന്നുള്ളൂ. ഇതിലധികം ഒന്നും നടന്നില്ല. അബ്രഹാമിന് ദൈവം എഴുതി കൊടുത്ത വസ്തു അത് അവകാശമാക്കാൻ അവന്റെ സന്തതി ആ ദേശത്ത് പോയപ്പോൾ 7 കനാന്യ ജാതികൾ കയറി സുഖതാമസം. അതിലൊരുത്തൻ എരിവോക്കോട്ടയം പണിത് സുഖതാമസം. അപ്പൊ ഈ പോക്കിൽ അതിർത്തിയോടടുത്തപ്പോൾ 2 ഗോത്രക്കാർ, റൂബേന്യരും ഗാദ്യരും മനശ്ശയുടെ പാതുഗോത്രം, അവര് പറഞ്ഞു ഞങ്ങളക്കരയിലിട്ട്. എൻ്റെ കൊച്ചുമോൾ ഇളയ മോള് പറഞ്ഞതുപോലെ, അയ്യോ ഞാനങ്ങോട്ടില്ല, ഇവിടെ കൊണ്ട് അവരവിടെ കൊണ്ട് അവസാനിപ്പിച്ചു. ബാക്കി എല്ലാവരും കൂടെ അക്കരെ ചെന്നു. ഈ ഒറ്റുകാരെ അയച്ചപ്പോൾ 10 പേര് വന്ന് പറഞ്ഞത്, ഞങ്ങൾ അവിടെ അനാക്കിയ മല്ലന്മാരെ കണ്ടു, അവരോട് യുദ്ധം ചെയ്യാൻ കഴിയത്തില്ല. എന്നാൽ ഉസിലുള്ള 2 പേരുണ്ടായിരുന്നു, കാലേബും യോശുവയും. അവര് പറഞ്ഞു, ഇത് നമ്മുടെ പിതാവായ അബ്രഹാമിന് ദൈവം വാഗ്ദത്തം ചെയ്ത ദേശമാണ്, നമുക്കത് പിടിച്ചെടുക്കാം. പഴയ നിയമത്തിലെ നിയമ നടപടിയായി യുദ്ധം തുടങ്ങി. ആധാരം എഴുതി കൊടുക്കുന്ന ആൾ ഇങ്ങനെയും കൂടെ എഴുതും, ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ബാധ്യതയോ പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ ഉത്തരവാദി. ഇത് ദൈവം എഴുതി കൊടുത്ത വസ്തുവാ. ആ വസ്തു ആർക്കെഴുതി കൊടുത്തോ അവരുടെ കയ്യിൽ എത്തിക്കേണ്ടത് എഴുതി കൊടുത്ത ആളിന്റെ ഉത്തരവാദിത്വം. അതുകൊണ്ട് ദൈവം തന്നെ ഇറങ്ങി വന്ന് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു. യോശുവയുടെ പുസ്തകത്തിൽ ആവർത്തിച്ചെഴുതിയിരിക്കുന്ന വാക്യമുണ്ട്, യഹോവയായിരുന്നു അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തത്. ഒരിടത്തല്ലി ആ വാക്യം കിടക്കുന്നത്, പലയിടത്തുണ്ട്. യഹോവയാണ് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തത്. ദൈവം നമുക്ക് അവകാശമായി തന്ന അവകാശത്തിന്റെ മേൽ ഇരുട്ടിന്റെ ശക്തികൾ കാലടി വയ്ക്കുമ്പോൾ വലിയവനായ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്ത് നമ്മുടെ അവകാശത്തെ നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുന്നവനാണ്. സ്തോത്രം. ചൂടാലാബാലാബ ശാന്താലാലാബഷ് വായുമനാബാലാബ ശാന്താലാലാബഷ്. രക്തം ജയം. സ്തോത്രം. ദൈവമാണ് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തത്. ആ ദേശം പിടിച്ചെടുത്തു കൊടുത്തു. നമ്മുടെ തലമുറ നമ്മുടെ അവകാശമാണ്. മക്കൾ യഹോവ നൽകുന്ന അവകാശമാണ്. നിന്റെ തലമുറയുടെ മേൽ ശത്രുവിന്റെ ചെങ്കോൽ ഇരിക്കാൻ പാടില്ല. തലമുറയുടെ മേൽ വച്ചിരിക്കുന്ന ആകാത്ത ചെങ്കോലുകളെ എന്ന പഴക്കാലം വലിയവനായ ദൈവം ഒടിക്കുന്ന പഴക്കാലമാണ്. ചൂടാലാബ ശാന്താലാബ ഷായാബാലാബഷ് വായുമനെ കംസിയാസിയാല. തലമുറയുടെ ഉയർച്ചയ്ക്കെതിരായി, നന്മയ്ക്കെതിരായി, ഭാവി കെട്ടുപണിക്കെതിരായി, സ്വസ്ഥതയ്ക്കെതിരായി, സ്വസ്ഥമായ കുടുംബ ജീവിതത്തിനെതിരായി കൈവച്ചിരിക്കുന്ന ഇരുട്ടിന്റെ ശക്തിയെ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ശാസിക്കുന്നു. നീതിമാന്മാരുടെ അവകാശത്തിന്റെ മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കാൻ പാടില്ല. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ വിയർപ്പിന്റെ ഫലം ശത്രു അപഹരിക്കുവാൻ ദൈവം ഇടയാക്കുകയില്ല. നിന്റെ അധ്വാനത്തിന്റെ ഫലത്തിന്റെ മേൽ ആകാത്ത അവകാശം പറഞ്ഞ് പിടിച്ചു നിൽക്കുന്ന, അവകാശം പറഞ്ഞു നിൽക്കുന്ന ജാതീയ ശക്തികൾ ഇന്ന് തൽക്കാലം അഴിഞ്ഞു മാറുകയാണ്. യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ.
ഊടാലാബാലാബ ശാന്താലാലാബ ഷായാബാലാബഷ് വായുമനാബ വൈശലായ ഊടാലാബാലാബ ശാന്താലാലാബ ഷായാബാലാബഷ്. സ്തോത്രം, രക്തം ജയം. ദൈവം തന്റെ ജനത്തിന് മുമ്പാകെ എന്തിന് നടക്കണം? ജാതികളെ നശിപ്പിച്ച അസാധ്യമായതിനെ കൈവശമാക്കുവാൻ. ഇത് അസാധ്യമായ കാര്യമാണ്. 7 കനാന്യ ജാതികൾ, കനാന്യ, പെരിസിയ, ബൂസിയ, ഗിർഗസിയ തുടങ്ങിയ ശക്തന്മാരായ ജാതികൾ 400 വർഷമായി കുടിപാർക്കുക. അവരവിടെ യുദ്ധം ചെയ്ത് പുറത്താക്കി അവകാശമാക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമായ കാര്യമാണ്. പക്ഷെ സംഭവിച്ചു. എങ്ങനെ? ദൈവം തന്റെ ജനത്തിന് മുമ്പിൽ നടന്നതുകൊണ്ട്. നിന്റെ മുമ്പിലെ പല വിഷയങ്ങളും നിനക്ക് അസാധ്യമായി, പിടിച്ചെടുക്കാൻ കഴിയത്തില്ല എന്ന് തോന്നുമാതെ അസാധ്യതകളായി വെളിപ്പെട്ട് നിൽക്കുമ്പോൾ ഇന്ന് പൽക്കാലം ഞാൻ ആത്മാവിൽ ദൂത് വിളിച്ചു പറയുന്നു, ആ അസാധ്യതകളെ നിന്റെ കൈവശപ്പെടുത്തി തരുവാൻ ദൈവം നിന്റെ മുമ്പാകെ നടക്കുന്നുണ്ട്. കൈവിട്ടു പോയതിന്, നഷ്ടപ്പെട്ടു പോയതിന് അവ നിന്റെ കയ്യിലേക്ക് മടക്കി തരും. ഊടാലാബ വൈശലായ കാൽബലാബ വേദിരാജ ഊടാലാബ ശാന്താലാലാബ ഷായാബാലാബഷ് വൈമനെ കംഷിയാസിയാലെ. സ്തോത്രം. നിന്റെ വരുമാന മാർഗം അടഞ്ഞെങ്കിൽ, കൈവിട്ടു പോയെന്ന് തോന്നുന്നെങ്കിൽ, ആ കൈവിട്ടുപോയ വരുമാന മാർഗത്തെ നിന്റെ കയ്യിൽ മടക്കി തരുവാൻ നിനക്ക് വേണ്ടി ദൈവം നിന്റെ മുമ്പിൽ നടക്കുന്നെന്ന് ഞാൻ പ്രവചിച്ചു പറയുകയാണ്. ചൂടാലാബ ശാന്താലാലാബഷ്. ഒരിക്കലും തിരികെ ലഭിക്കത്തില്ല, ഒരിക്കലും തിരികെ ലഭിക്കത്തില്ലെന്ന് പറയുന്ന നിന്റെ കൈവിട്ടു പോയ, അകന്നു പോയ ചില നന്മകൾ ദൈവം നിനക്ക് തന്ന അവകാശം നിന്റെ കയ്യിലേക്ക് തന്നെ അവൻ മടക്കി തരും. ഊടാലാബ ശാന്താലാലാബ ഷായാബാലാബഷ് വായുമനാബ ശാന്താലാലാബഷ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. വാബാലാബാലാബാലാബ ശംബാലാബാലാബ ശംബാലാബ. നിന്റെ തലമുറയെ നിന്റെ കയ്യിലേക്ക് മടക്കി തരും. നിന്റെ വരുമാന മാർഗത്തെ നിന്റെ കൈ മടക്കി തരും. നിന്റെ കൈകളുടെ അധ്വാന ബലത്തെ അവ നിന്റെ കയ്യിലേക്ക് മടക്കി തരും. ദൈവം തന്റെ ജനത്തിന് മുമ്പിൽ നടക്കുന്നത് ജാതികളെ നശിപ്പിച്ച, ദൈവം അവകാശമായി തന്ന അവകാശ ഭൂമി കൈവശപ്പെടുത്തുവാൻ ദൈവം തന്റെ ജനത്തിന് മുമ്പിൽ നടക്കുന്നു. ഇനി 4, ദൈവം തന്റെ ജനത്തിന് മുമ്പാകെ 4ാമത് നടക്കുന്നത് എന്ത്? നടന്നപ്പോൾ എന്ത് സംഭവിച്ചു? ആവർത്തന പുസ്തകത്തിൽ തന്നെ 9-ാം അധ്യായം 3-ാം വാക്യം. 9-ാം അധ്യായം 3-ാം വാക്യം. നിന്റെ ദൈവമായ യഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയായി നിനക്ക് മുമ്പിൽ കടന്നു പോകും. ഇവിടെ ദൈവം തന്റെ ജനത്തിന്റെ മുമ്പിൽ കടന്നു പോകുന്നത് ദഹിപ്പിക്കുന്ന അഗ്നിയായി. ആരെ ദഹിപ്പിക്കുവാൻ? 1, 2 വാക്യങ്ങൾ. ആ ആ ആ ആ അനാക്കരെന്ന ജാതിയെയും അടക്കുവാൻ പോകുന്നു. നീ അവരെ അറിയുന്നുവല്ലോ. അനാക്കരുടെ മുമ്പാകെ നിൽക്കാകുന്നവനാൽ എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അത്ര ശക്തിയുള്ള ശത്രുവാണ് അനാക്യ ശക്തി. ആകാശത്തോളം എത്തുന്ന പട്ടണം പണിത് താമസിക്കുന്ന ശക്തി. അവരുടെ മുമ്പാകെ നിൽപ്പാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല.
ആ ശക്തി അടക്കാൻ നിങ്ങൾ പോകുമ്പോൾ നിങ്ങളെ കൊണ്ട് അടക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഞാൻ തന്നെ ദഹിപ്പിക്കുന്ന ഈ അഗ്നിയായി നിങ്ങളുടെ മുമ്പാകെ നടന്നോളാം. വലിയ എതിരികൾ ദൈവമക്കളുടെ മുമ്പിൽ കടന്നു വരുമ്പോൾ, ശക്തമായ പോരാട്ടങ്ങൾ നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ടു വരുമ്പോൾ, നമ്മുടെ ദൈവം നമ്മുടെ മുമ്പിൽ വെളിപ്പെടുന്നത് ദഹിപ്പിക്കുന്ന അഗ്നിയായിട്ടാണ്. ആകാത്ത ശക്തികളെ ദഹിപ്പിക്കുവാൻ ദഹിപ്പിക്കുന്ന ശക്തിയായി നമ്മുടെ ദൈവം നമ്മുടെ മുമ്പാകെ നടക്കുന്നുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവം തീയായി വെളിപ്പെട്ട 2-3 സംഭവങ്ങളുണ്ട്. ഇവിടെ നമ്മൾ കണ്ടു, ദഹിപ്പിക്കുന്ന അഗ്നിയായി ദൈവം തന്റെ ജനത്തിന് മുമ്പിൽ നടക്കുന്നു. ആരെ ദഹിപ്പിക്കുവാൻ? അനാക്യ ശക്തിയെ ദഹിപ്പിക്കുവാൻ. 2-3 സംഭവമുണ്ട്, ഞാൻ ചൂണ്ടിക്കാണിക്കാം. ദൈവം തീയായി വെളിപ്പെട്ട മറ്റൊരു സംഭവം യെശയ്യാ പ്രവചനം 10-ാം അധ്യായം. യെശയ്യാ പ്രവചനം 10-ാം അധ്യായം 17-ാമത്തെ വാക്യം. ഇസ്രായേലിന്റെ വെളിച്ചം ഒരു തീയായും അവന്റെ പരിശുദ്ധൻ ഒരു ജോലിയായും തീരും. അത് കത്തി ഒരു ദിവസം കൊണ്ട് അവന്റെ മുള്ളും പറക്കാതെയും ദഹിപ്പിച്ചു കളയും. ഇസ്രായേലിന്റെ വെളിച്ചം ജോലിയാവും, അവരുടെ പരിശുദ്ധൻ തീയാവും. അത് കത്തിയാൽ ഒറ്റ ദിവസം കൊണ്ട് അവന്റെ മുള്ളിനെയും പറക്കാരെയും ദഹിപ്പിക്കും. ഇതാരുടെ മുള്ള? ഇതാരുടെ പതക്കാര? 12-ാം വാക്യത്തിലുണ്ട്. 12-ാം വാക്യം. ആ ആ ആ അശ്ശൂർ രാജാവിന്റെ അഹങ്കാരത്തിന്റെ ബലത്തെയും മഹിമയെയും ഞാൻ സന്ദർശിക്കും. അപ്പോൾ ഇത് ആരുടെ മുള്ള? ആരുടെ പതക്കാത? അശ്ശൂരിന്റെ മുള്ള, അശ്ശൂരിന്റെ പതക്കാത. ഇവിടത്തെ സംഭവം ഇതിന് ഉപോത്ബലമായി ഒരു സംഭവം തന്നെ യെശയ്യാ പ്രവചനത്തിലുണ്ട്. ഈ പ്രസ്താവനയ്ക്ക് ഉപോത്ബലമായി ഇസ്രായേലിന്റെ വെളിച്ചം ജോലിയായി, അവരുടെ പരിശുദ്ധൻ തീയായി, അത് കത്തിക്കഴിഞ്ഞപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് അശ്ശൂരിന്റെ മുള്ളിനെയും പറക്കാരെയും ദഹിപ്പിച്ചു. ഈ പ്രസ്താവനയ്ക്ക് ഉപോത്ബലമായ സംഭവം ബൈബിളിലുണ്ട്. യെശയ്യാ പ്രവചനം 36-37 അധ്യായങ്ങളിലാണ്. ഹിസ്കിയാവ് യഹൂദ രാജാവായി വാഴും കാലം അശ്ശൂർ രാജാവായ സൻഹേരീബ് വന്നു. യഹൂദ നഗരങ്ങളിൽ ചിലതിനെ പിടിച്ചെടുത്തു. അവൻ തന്റെ സേനാധിപതിയായ റബ്ശാക്കേ സൈന്യത്തോട് പറഞ്ഞയച്ചു യഹൂദയ്ക്ക് വിരോധമായി. റബ്ശാക്കേ വന്ന് വെല്ലുവിളിച്ചു, നിങ്ങൾ ഹിസ്കിയാവിലും അവൻ പറയുന്ന ദൈവത്തിലും വിശ്വസിക്കരുത്. നിങ്ങൾ ഇറങ്ങി വന്ന് സൻഹേരീബിലും അവന്റെ ദേവന്മാരിലും ആശ്രയിക്കുക, എന്നാൽ നിങ്ങൾക്ക് ജീവിച്ചു പോകാം. ഇത് പറഞ്ഞ ഹിസ്കിയാവിനെയും സത്യ ദൈവത്തെയും കുത്തി വേദനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് കേട്ട ഹിസ്കിയാവ് യെശയ്യാവിന്റെ അടുക്കൽ ആളയച്ചു പറയിപ്പിച്ചു. യെശയ്യാ പ്രവാചകൻ അന്ന് ജീവനോടിരിക്കുന്ന സമയം ഹിസ്കിയാ രാജാവ് പറഞ്ഞയച്ചു ആളിനെ. ഇത് കഷ്ടവും മഹാശാസനയുമുള്ള ദിവസം. കുഞ്ഞുങ്ങൾ പ്രസവിക്കാതായി, പ്രസവിക്കുവാനോ ശക്തിയില്ല. യഹോവ വേണം ഞങ്ങളെ സഹായിക്കുവാൻ. ഇത് പറഞ്ഞ ഭക്തൻ നെടുമ്പാട് കടന്ന് കരയാൻ തുടങ്ങി. എന്താ രാജാവ് നിലവിളിക്കുന്നത്? കുഞ്ഞുങ്ങൾ പ്രസവിക്കാതായി, പ്രസവിക്കുവാൻ ശക്തിയില്ലെന്ന് പറഞ്ഞാൽ അമ്മയും മരിക്കും, കുഞ്ഞും മരിക്കും. ജീവൻ മരണ പോരാട്ടമാണ്. ഈ സാഹചര്യത്തിൽ ഞങ്ങളുടെ ദൈവമേ, നീ വേണം ഞങ്ങളെ ഒന്ന് സഹായിക്കുവാൻ.
യെശയ്യാവ് ആലോചന പറഞ്ഞു വിട്ടു. സൻഹേരീബ് നിമിത്തം, റബ്ശാക്കേ നിമിത്തം നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ഞാൻ അവനൊരു മനോവിഭ്രാന്തി വരുത്തും, അവൻ തൻ്റെ സ്വന്തം ദേശത്തേക്ക് മടങ്ങിപ്പോകും. ഇത് പറഞ്ഞ് ധൈര്യപ്പെടുത്തുന്നുണ്ട്. ഈ അശൂരിൻ്റെ മുള്ളും പതക്കാതെയും യെശയ്യാവിനെയും ഹിസ്കിയ രാജാവിനെയും ദൈവജനത്തെയും കുത്തി വേദനിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇസ്രായേലിന്റെ വെളിച്ചം ഒരു ജോലിയായി, അവരുടെ പരിശുദ്ധൻ ഒരു തീയായി. ഒറ്റ ദിവസം കൊണ്ട് അശൂരിന്റെ മുള്ളിനെയും പതക്കാതെയും ദഹിപ്പിച്ചു. എങ്ങനെ? കത്തി ജ്വലിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ദൂതനെ ദൈവം അശൂർ പാളയത്തിലേക്കൊന്ന് പറഞ്ഞയച്ചു. ആ വാക്യം മാത്രം വായിക്കാം. 37-ാം അധ്യായം യെശയ്യാ പ്രവചനം 36-ാം വാക്യം. 37-ാം അധ്യായം 36-ാം വാക്യം. യഹോവയുടെ ദൂതൻ പുറപ്പെട്ടു, അശൂർ പാളയത്തിൽ 1,85,000 പടയാളികളെ നശിപ്പിച്ചു. അശൂരിന്റെ മുള്ളും അശൂരിന്റെ പതക്കാതെയും ദൈവജനത്തെ കുത്തി വേദനിപ്പിച്ചപ്പോൾ ഇസ്രായേലിന്റെ വെളിച്ചം ജോലിയായി, അവരുടെ പരിശുദ്ധ തീയായി. അത് കത്തി ഒറ്റ ദിവസം കൊണ്ട് അവന്റെ മുള്ളിനെയും അവന്റെ പതക്കാതെയും ദഹിപ്പിച്ചെങ്കിൽ നാളുകളായി നിന്നെ കുത്തി വേദനിപ്പിക്കുന്ന, ശാരീരികമായി മാനസികമായി നിന്നെ വേദനിപ്പിക്കുന്ന ഇരുട്ടിന്റെ ശക്തിയുടെ മുള്ളിനെയും പതക്കാതെയും ഈ 5-ാമത്തെ പകൽക്കാലം ഇസ്രായേലിന്റെ പരിശുദ്ധൻ അവൻ ദഹിപ്പിക്കുന്ന പകൽക്കാലമാണ്. ദൈവം തീയായി പരിണമിച്ച മറ്റൊരു സംഭവം യെഹെസ്കേൽ പ്രവചനം 28-ാം അധ്യായം 24-ാം വാക്യം. യെഹെസ്കേൽ പ്രവചനം 28-ാം അധ്യായം 24-ാം വാക്യം. ഇസ്രായേൽ ഗൃഹത്തെ നിന്ദിച്ചവരായി അവരുടെ ചുറ്റുമുള്ള എല്ലാവരിൽ നിന്നും കുത്തുന്ന പതക്കാരെയും നോവിക്കുന്ന മുള്ളും ഇനി ഉണ്ടാകത്തില്ല. ഇതാരുടെ മുള്ള? ഇതാരുടെ പതക്കാത? 22-ാം വാക്യത്തിലുണ്ട്. 22-ാം വാക്യം ഇപ്രകാരം അരുളി ചെയ്യുന്നു. അപ്പോൾ ഇത് സീദോന്റെ മുള്ളാണ്. നേരത്തെ കണ്ട മുള്ള അശൂരിന്റെ മുള്ള, ഈ കണ്ട മുള്ള സീദോന്റെ മുള്ള. സീദോൻ ആയത്? ആഹാബിന്റെ ഭാര്യയായ ഈസബേലിന്റെ ജന്മനാടാണ് സീദോൻ. ഈസബേലിന്റെ പ്രത്യേകത എന്താ? ബൈബിളിലുണ്ട്. ക്ഷുദ്രപ്രയോഗം ചെയ്യുന്നവളാണ്. ഈസബേലിന്റെ മകനെ നോക്കിക്കൊണ്ട് യേഹു ചോദിക്കുന്നുണ്ട്, നിന്റെ അമ്മയുടെ ക്ഷുദ്രപ്രയോഗം. അപ്പോൾ ഈസബേൽ ആഭിജാതം ചെയ്യുന്നവളാണ്. മറഞ്ഞിരുന്ന് പോരാടുന്ന പോരാട്ടമാണ് സീദോന്റെ പോരാട്ടം. പ്രത്യക്ഷത്തിൽ വെളിപ്പെടാതെ ഒളിഞ്ഞിരുന്ന ഒടിയം പെയ്യുന്ന പോരാട്ടമാണ് സീദോന്റെ പോരാട്ടം. അശൂരിന്റെ പോരാട്ടം പ്രത്യക്ഷത്തിൽ വെളിപ്പെടുന്ന പോരാട്ടം, ഒളിഞ്ഞൊന്നുമല്ല. റബ്ശാക്കേ വന്ന് വെല്ലുവിളിക്കുക, സൻഹേരീബ് വന്ന് യുദ്ധം ചെയ്യുന്നു, അതെല്ലാം പ്രത്യക്ഷമായിട്ടാണ്. ഒരു ശക്തി പ്രത്യക്ഷമായി പോരാടി കുത്തിവേദനിപ്പിക്കുന്നു, മറ്റൊരു ശക്തി പ്രത്യക്ഷത്തിൽ വെളിപ്പെടാതെ മറഞ്ഞിരുന്ന് പോരാടി കുത്തിവേദനിപ്പിക്കുന്നു. അശൂരിന്റെ മുള്ളാണെങ്കിലും സീദോന്റെ മുള്ളാണെങ്കിലും ഏത് മുള്ളാണെങ്കിലും നിന്നെ വേദനിപ്പിക്കുന്ന
കഴിയുന്ന മുള്ളിനെയും പതക്കാതെയും ദഹിപ്പിക്കുവാൻ ഇസ്രായേലിന്റെ വെളിച്ചം തീയായി പരിണമിക്കും. സ്തോത്രം. അത് കത്തും, ഏത് ശക്തിയെയും ദഹിപ്പിക്കും. പ്രത്യക്ഷത്തിലെ പോരാട്ടമാണെങ്കിലും രഹസ്യത്തിലെ പോരാട്ടമാണെങ്കിലും ഏത് ശക്തിയെയും ദഹിപ്പിക്കുവാൻ കഴിയുന്ന ഒരുവൻ ദഹിപ്പിക്കുന്ന ഈ അഗ്നിയായി നമ്മുടെ മുമ്പിൽ നടക്കുന്നുണ്ട്. നമ്മൾ ശത്രുവിനെ കണ്ടുപിടിക്കാൻ പോകണ്ട. നമ്മുടെ മുമ്പിൽ തീയായി പടർന്നു പോകുന്ന ഈ ദൈവത്തെ കണ്ട് അവനെ അനുഗമിച്ചാൽ മതി. ഏത് പോരാട്ടവും ഏത് മുള്ളും ഏത് പതക്കാരെയും ദഹിപ്പിക്കാൻ കഴിയുന്നവൻ. ചൂടാലാബാഷ് ശാന്താലാബാഷ് വൈമലാബലാബാഷ് ശാന്താലാബാഷ് രക്തം ജയം. അല്പസമയം നമുക്ക് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. നിന്റെയും നിന്റെ കുടുംബത്തെയും നാളുകളായി വേട്ടയാടുന്ന വേദനിപ്പിക്കുന്ന കുത്തി നോവിക്കുന്ന മുള്ളുകളെ എന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവം ദഹിപ്പിക്കുകയാണ്. വൈശകലച്ച മുട്ടകലച്ച വെട്ടിപടപ്പല വെട്ടികലച്ച മുട്ടപടപ്പ. അല്പസമയം സ്തുതിച്ച് ആരാധിക്കാം. ഇസ്രായേലിന്റെ പരിശുദ്ധൻ, നിന്റെ പരിശുദ്ധൻ, നിന്റെ വീണ്ടെടുപ്പുകാരൻ നിനക്ക് വേണ്ടി ഇവിടെ ജോലിയായി വെളിപ്പെടുകയാണ്. രക്തം ജയം. നിന്നെ കുത്തി വേദനിപ്പിക്കുന്ന വാക്കുകൾ കൊണ്ട്, എഴുത്തുകൾ കൊണ്ട്, ഫോൺ വിളികൾ കൊണ്ട് നിന്നെ വേദനിപ്പിക്കുന്ന നൊമ്പരപ്പെടുത്തുന്ന ചില മുള്ളുകൾ ഇന്ന് പലകാലം ദഹിക്കുകയാണ്. വൈശാലായ കൽബലാബ വേദിരാജ കൽബലാബ ചില ഫോൺ കോളുകൾ എടുക്കാൻ തന്നെ നീ ഭയപ്പെടുന്നു. നമ്പർ കാണുമ്പോൾ തന്നെ എന്റെ കൈകൾ വതയ്ക്കുന്നു. ഞാൻ ആത്മാവിൽ വെളിപ്പാടിൽ ദൂത് വിളിച്ചു പറയുകയാണ്. ഫോണിലൂടെ നിന്നെ കുത്തി വേദനിപ്പിക്കുന്ന ചൂടാലാബാഷ് ശാന്താലാബാഷ് നിന്റെ ഹൃദയത്തെ തകർക്കുന്ന ആ മുള്ളുകളെ ഈ അഞ്ചാമത്തെ പകൽക്കാലം നിന്റെ വീണ്ടെടുപ്പുകാരൻ ദഹിപ്പിക്കുന്ന അഗ്നിയായി വെളിപ്പെട്ടു വന്ന് ഇനിയായി നിന്നെ കുത്തി വേദനിപ്പിക്കാതെ വണ്ണം, നിന്നെ നൊമ്പരപ്പെടുത്താതെ വണ്ണം അവൻ ദഹിപ്പിക്കുകയാണ്. ചൂടാലാബാഷ് ശാന്താലാബാഷ് വൈമനാബാഷ് ശാന്താലാബാഷ് ഷായബാലാബാഷ് ഊടാലാബാലാബാഷ് ശാന്താലാബാഷ് ഷായബാലാബാഷ് വബാലാബാഷ് ശംബാലാബ വൈശാലായ കൽബലാബ വേദിരാജ കൽബലാബ. ചിലരുടെ സാമീപ്യം നിനക്ക് ഉൾക്കിടിലമാണ്. എന്തവാ പറയാൻ പോകുന്നു, ഇനി എന്തവാ കേൾക്കാൻ പോകും? കിടിലത്തോടെ കാണുന്ന വ്യക്തികൾ, ശബ്ദങ്ങൾ, സംസാരങ്ങൾ. ഇന്ന് പാൽക്കാലം ഇസ്രായേലിന്റെ പരിശുദ്ധൻ ജോലിയായി. അവരുടെ വീണ്ടെടുപ്പുകാലം തീയായി വെളിപ്പെട്ട നിന്നെ വേദനിപ്പിക്കുന്ന മുള്ളിനെയും പതക്കാതെ കുത്തിവേദനിപ്പിക്കുന്ന, നോവിപ്പിക്കുന്ന, മറ്റാരോടും പറയാൻ കഴിയാത്ത ഹൃദയ വേദനയുമായി ഹൃദയത്തിന്റെ ആഴത്തിൽ മുതുവാണ് ഇന്ന് പാൽക്കാല ഉപവാസത്തിന് വന്ന ദൈവൈതലേ, നിന്നോടുള്ള ദൈവത്തിന്റെ ആലോചനയാണ്. ചൂടാലാബാഷ് ശാന്താലാബാഷ് ഷായബാലാബാഷ് വൈമലാബാലാബാഷ് ശാന്താലാബാഷ് ഷായബാലാബാഷ്
വിബലബ വൈശലായ കൽബലബ ചൂടാലബ ശന്തലാലബ ശയബലബ. ഭാരം മറ്റുള്ളവരോട് പറഞ്ഞാൽ ഒത്തിരി ആശ്വാസം കിട്ടുമെന്നൊക്കെ ആ മനഃശാസ്ത്രം തന്നെ വഹിക്കാതെ. ശരിയായിരിക്കാം, ശരി തന്നെ ആകട്ടെ. പക്ഷേ മറ്റുള്ളവരോട് പോലും പറയുവാൻ കഴിയാത്ത ഹൃദയത്തിൻ്റെ മുറിവുകൾ, അഭിമാനക്ഷതം, അഭിമാനം സമ്മതിക്കുന്നില്ല, ആ മുറിവുകൾ. ബാത്റൂമിൽ കയറി കുളിക്കുമ്പോൾ നീ ഓലയോലെ കരയുന്ന നിന്റെ നിലവിളുടെ ശബ്ദം. ഇന്ന് പൽക്കാലം ഞാൻ ആത്മാവിലെ വെളിപ്പാട് കണ്ടുകൊണ്ട് പറയുന്നു, ചൂടാലബഷ് ശന്തലാലബഷ്. ഉറക്കെ കരയണമെന്ന് നിനക്ക് തോന്നുന്നു, അഭിമാനം സമ്മതിക്കുന്നില്ല. അഭിമാനം സമ്മതിക്കുന്നില്ല പൊട്ടിക്കരയുവാൻ, വേദന അടക്കി വയ്ക്കുവാൻ. ഹൃദയത്തിലേറ്റി ആഴമുള്ള മുറിവുകൾ, ആഴമുള്ള വേദനകൾ, യാമങ്ങളിലും യാമാരംഭങ്ങളിലും കണ്ണുനീരുകൊണ്ട് കിടക്കയെ നനയ്ക്കുന്ന അനുഭവങ്ങൾ. രാത്രിയിൽ കിടക്കയിൽ എനിക്ക് ഉരുളുകിയത്രേ പണിയെന്ന് പറഞ്ഞ ഇയ്യോബിന്റെ ജീവിത അനുഭവങ്ങൾ നിന്റെയും സ്വന്തമായിരിക്കുമ്പോൾ ആ മുള്ളിനെയും പതക്കാതെ ദഹിപ്പിക്കുവാൻ കഴിയുന്ന ഒരുവൻ നമ്മുടെ മധ്യേ തീ ജോലിയായി വെളിപ്പെട്ടു വന്നിട്ടുണ്ട്. നിന്നെ വേദനിപ്പിക്കുന്ന മുള്ളിനെയും പതക്കാതെയും ദഹിപ്പിക്കുവാൻ. സ്തോത്രം. ഇസ്രായേലിന്റെ പരിശുദ്ധ ജോലിയാകും. അത് കത്തും. അശൂരിന്റെ മുള്ളാകട്ടെ, സീദോന്റെ മുള്ളാകട്ടെ ദഹിപ്പിക്കും. 97-ാം സങ്കീർത്തനം 3-ാം വാക്യം ഇങ്ങനെയാണ്: തീ അവന് മുമ്പാകെ പുറപ്പെടുന്നു. വായിക്കാം. തീ അവന് മുമ്പായി പോകുന്നു, ചുറ്റുമുള്ളി അവന്റെ വൈരികളെ ദഹിപ്പിക്കുന്നു. മതി. നേരത്തെ 2 വൈരികളെ കണ്ടുള്ളൂ, അശൂരും സീദോനും. ഇനി മറ്റെന്തെല്ലാം വൈദികളാകട്ടെ, ഈ തീ നമ്മുടെ മുമ്പിൽ നടന്നാൽ നമ്മെ വേദനിപ്പിക്കുന്ന എല്ലാ വൈദികളെയും അത് ദഹിപ്പിച്ചിരിക്കും. ശാരീരികമായി നീ ദണ്ഡനം അനുഭവിക്കുന്നുണ്ട്, മാനസികമായി ദണ്ഡനം അനുഭവിക്കുന്നുണ്ട്, ശരിയായി പ്രാർത്ഥിക്കാൻ കഴിയാതെ വണ്ണം ആത്മീയമായും നീ വേദനിക്കുന്നുണ്ട്. തീ മുമ്പായി കടന്നുപോയാൽ എല്ലാ വൈദികളെയും ആ തീ ദഹിപ്പിക്കും. ദൈവം തന്റെ ജനത്തിന്റെ മുമ്പായി നടക്കുന്നു, ദഹിപ്പിക്കുന്ന ഈ അഗ്നിയായി. ഇനി 5, ദൈവം തന്റെ ജനത്തിന് മുമ്പായി 5-ാമത് നടക്കുന്നത് എങ്ങനെ? നടന്നാൽ എന്ത് സംഭവിക്കും? 2 ശമൂവേലിന്റെ പുസ്തകം 5-ാം അധ്യായം 23, 24 വാക്യങ്ങൾ. 2 ശമൂവേൽ 5-ാം അധ്യായം 23, 24 വാക്യങ്ങൾ. ആ ആ ആ ദൈവം ഇവിടെ തന്റെ ജനത്തിന്റെ മുമ്പായി പുറപ്പെട്ടത് എന്തിന്? ഫെലിസ്ത്യ സൈന്യത്തെ തോൽപ്പിക്കുവാൻ. എത്രയോ യുദ്ധങ്ങൾ ദാവീദ് ഫെലിസ്ത്യരുമായി ചെയ്തിട്ടുണ്ട്. ദാവീദിന്റെ 1-ാമത്തെ യുദ്ധമെന്ന് പറയുന്നത് ഫെലിസ്ത്യ മല്ലനായ ഗോലിയാത്തുമായിട്ട്.
അവനെ തകർത്തുകൊണ്ടാണ് ഫെലിസ്ത്യരോടുള്ള യുദ്ധത്തിന്റെ നാന്ദി കുതിക്കുന്നത്. പിന്നെ എത്രയോ യുദ്ധങ്ങൾ. ദാവീദ് അഭിഷിക്തനായി യുദ്ധത്തിന് വരും, ദാവീദ് രാജാവായി യുദ്ധത്തിന് വരും. ഈ അധ്യായത്തിൽ തന്നെ വെള്ളച്ചാട്ടം പോലെ ഫെലിസ്ത്യരെ തോൽപ്പിച്ച് ഓടുമാറാക്കി. തലേ വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പിന്നെയും ഫെലിസ്ത്യർ യുദ്ധത്തിന് വന്നു. ദാവീദ് എപ്പോഴും ചെയ്യുന്നത് പഴയ പരിചയം വച്ച് അവൻ യുദ്ധത്തിന് പോകത്തില്ല. ഓരോ പ്രാവശ്യവും അവൻ ദൈവത്തോട് അരുളപ്പാട് ചോദിക്കും. ഈ പ്രാവശ്യം അരുളപ്പാട് ചോദിച്ചപ്പോൾ ദൈവം കൊടുത്ത മറുപടി, നീ നേരെ മുമ്പായിട്ട് പോകരുത്, ഫിലിസ്ത്യ സൈന്യത്തിന്റെ പിമ്പതത്തൂടി പോകണം. അന്നേരം ബാഖാവൃക്ഷങ്ങളുടെ അണികളിൽ കൂടെ നടക്കുന്ന കാലൊച്ച നീ കേൾക്കും. അപ്പോൾ മനസ്സിലാക്കണം, നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ യഹോവയായ കർത്താവ് നിന്റെ മുമ്പായി വന്നിട്ടുണ്ട്. എന്തിനാണ് ഈ യുദ്ധം? ദൈവം ചെയ്യുവാൻ ഇറങ്ങി വന്നതാ. ദാവീദ് നടക്കുന്നത് ഇപ്പോൾ ബാഖാ താഴ്വരയിലാണ്. ആ താഴ്വരയിൽ വളർന്നു നിൽക്കുന്ന വൃക്ഷങ്ങളാണ് ബാഖാ വൃക്ഷങ്ങൾ. ബാഖായുടെ താഴ്വരയിൽ വളർന്നു നിൽക്കുന്ന വൃക്ഷങ്ങളാണ് ബാഖാ വൃക്ഷം. ബാഖ എന്ന വാക്ക് ലഭിക്കുന്നത് ബോഖീം എന്ന വാക്കിൽ നിന്നാണ്. ആ ബോഖീം എന്ന വാക്ക് നമ്മൾ കാണുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകത്തിലാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായത്തിലാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 5-ാം വാക്യം. 2-ാം അധ്യായം 5-ാം വാക്യം. അവർ ആ സ്ഥലത്തിന് ബോഖീം എന്ന് പേരിട്ടു. ഇസ്രായേൽ മക്കൾ ഒരു സ്ഥലത്തിരുന്ന് കരയാൻ തുടങ്ങി. കരഞ്ഞ് ഇനി കരയാൻ തലയിൽ വെള്ളമില്ല എന്ന നില എത്തും വരെ അവർ കരഞ്ഞു. ആ സ്ഥലത്തിന് കിട്ടിയ പേരാണ് ബോഖീം. അതിൽ നിന്നാണ് ബാഖ എന്ന വാക്കുണ്ടായത്. ബാഖ കേവലം കണ്ണുനീരിന്റെ താഴ്വരയല്ല, കണ്ണുനീരിന്റെ നെല്ലിപ്പലക കാണുന്ന സ്ഥലമാണ്. ദാവീദ് ഇപ്പോൾ നടക്കുന്നത് ആ ബാഖായുടെ താഴ്വരയിൽ. മറുവശത്ത് ഫെലിസ്ത്യ സൈന്യത്തിന്റെ ആർപ്പുവിളി. ഇന്നത്തെ പോലെ രഹസ്യ യുദ്ധങ്ങളൊന്നുമല്ല, പരസ്യ യുദ്ധമാണ്. കാഹളം വീട്ടുന്നു, ആർപ്പ് വിളിക്കുന്നു, വെല്ലുവിളിക്കുന്നു, കുതിരകൾ ചെനചെനായെന്ന് ചെനയ്ക്കുന്നു, ബഹളം വച്ച് വെല്ലുവിളിച്ച് ആർപ്പ് വിളിച്ച യുദ്ധം. ഒരു വശത്ത് ഫെലിസ്ത്യ സൈന്യത്തിന്റെ ആർപ്പുവിളി, മറുവശത്ത് ദാവീദ് നടക്കുന്നത് ബാഖായുടെ താഴ്വരയിൽ. ഈ നിലയിൽ ദാവീദിനെ പടക്കളത്തിൽ നിർത്തിയാൽ ദാവീദ് തളരുമെന്ന് ദൈവത്തിനറിയാം. ദാവീദ് തളർന്നുപോയ യുദ്ധക്കളങ്ങളുണ്ട്, നമുക്കറിയാം. ഒരു പ്രാവശ്യം ഫെലിസ്ത്യരുമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ പുതിയ വാൾ അരക്ക് കെട്ടി റാഫാ മക്കളിൽ ഒരുവനായ ഇസ്ബീബനോ ദാവീദിനെ വെട്ടുവാൻ വാളോങ്ങി. നാം അവിടെ വായിക്കുന്നു, ദാവീദ് തളർന്നുപോയി. അടുത്ത ക്ഷണത്തിൽ ഇസ്ബീബനോവിന്റെ പുതിയ വാൾ ദാവീദിന്റെ കഴുത്തിൽ പതിക്കാൻ പോകുക. ഇവിടെ ദാവീദ് തളരാൻ കാരണം പഴയ വാളുമായിട്ടല്ല, ശത്രു മുമ്പിൽ വെളിപ്പെട്ടത് പുതിയ വാളുമായി. ശത്രുവിന് എപ്പോഴും പുതിയ ആയുധങ്ങളുണ്ട്, പുതിയ അടവുകളുണ്ട്, പുതിയ തന്ത്രങ്ങളുണ്ട്. യുദ്ധക്കളത്തിലാണെങ്കിലും യോവാബ്, അബീശായി തുടങ്ങിയ സേനാ നായകന്മാരൊക്കെ പടക്കളത്തിൽ നിൽക്കുക. ഇവരെല്ലാം പട പൊരുതുമ്പോൾ തന്നെ ഇവരുടെ എല്ലാം ഒരു കണ്ണ് രാജാവിന്റെ മേലാണ്. രാജാവിന് എന്തെങ്കിലും സംഭവിക്കുമോ? ഇങ്ങനെ എല്ലാവരും അടുത്ത് നിന്ന് പട പൊരുതി നിൽക്കുമ്പോൾ ഇസ്ബീബനോവിന്റെ മുമ്പിൽ ദാവീദ് തളർന്നു നിൽക്കുന്നു. ഇസ്ബീബനോ വാളോങ്ങുന്നു.
അടുത്തുമാതി പടപൊരുതി നിന്ന അബീശായി ഈ കാഴ്ച കണ്ടു. അവൻ ദാവീദിന്റെ തുണയ്ക്കായി ചാടി വന്ന ഈ ശത്രുവിനെ വെട്ടിക്കൊന്നു. എന്നിട്ട് അവൻ ദാവീദിനോട് പറയുന്നുണ്ട്, ഇന്ന് ഇസ്രായേലിന്റെ ദീപം കെട്ടുപോകേണ്ടതായിരുന്നു. ദൈവം സമ്മതിച്ചില്ല. ദാവീദെ സമാധാനത്തോടെ കൊട്ടാരത്തിൽ പോ. അപ്പൊ ദാവീദ് പോലും തളർന്ന യുദ്ധരംഗങ്ങളുണ്ട്. ഇവിടെ ദാവീദ് തളരും. കാരണം അവൻ നടക്കുന്ന താഴ്വതി അങ്ങനെയുള്ള താഴ്വതിയാണ്. ഒരടി പോലും മുന്നോട്ട് പോകാൻ കഴിയാതെ വണ്ണം അവൻ ബാഖായുടെ താഴ്വരയിലാണ് നടക്കുന്നത്. ഈ ദാവീദിനെ പടക്കളത്തിൽ നിർത്തിയാൽ ആ ഭക്തൻ തളരുമെന്ന് ദൈവത്തിനറിയാം. ദൈവം പറഞ്ഞു, ഈ യുദ്ധം ഞാനാ ചെയ്യാൻ പോകുന്നത്. ബാഖാ വൃക്ഷങ്ങളുടെ അണികളിൽ കൂടെ നടക്കുന്ന കാലൊച്ച കേൾക്കുമ്പോൾ മനസ്സിലാക്കണം, നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ യഹോവയായ ദൈവം നിനക്ക് മുമ്പായി പുറപ്പെട്ടിട്ടുണ്ട്. ചില നിർണായക യുദ്ധങ്ങൾ അവൻ നിന്നെ കൊണ്ടല്ല ചെയ്യിക്കുന്നത്, നിനക്ക് വേണ്ടി അവൻ തന്റെ യുദ്ധക്കളത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ചൂടാലാബാഷ് ശാന്താലാബാഷ് വൈമനാബാഷ് ശാന്താലാബാഷ്. നീ വല്ലാതെ തളരുന്നു എന്ന് കാണുമ്പോൾ, നീ വല്ലാതെ ക്ഷീണിച്ചു എന്ന് കാണുമ്പോൾ, നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ദൈവം തന്നെ മുമ്പിൽ ഇറങ്ങി വരും. അല്ല, ദൈവം യുദ്ധത്തിന് ഇറങ്ങി വന്ന പല സംഭവങ്ങൾ ബൈബിളിലുണ്ട്. ഒരു സംഭവം കൂടെ ഞാൻ ചൂണ്ടിക്കാണിക്കാം. 900 ഇരുമ്പ് രഥങ്ങളുള്ള സീസന ഇസ്രായേലുമായി യുദ്ധത്തിന് വന്നു. ഇസ്രായേൽ മക്കൾക്ക് ഇരുമ്പ് രഥം ഇല്ലെന്ന് തന്നെയല്ല, ഒരു രഥവും ഇല്ല. ശത്രുവിന് 900 ഇരുമ്പ് രഥം. ബാരാക്കാണ് ഇസ്രായേൽ രാജാവ്. ദബോര ന്യായാധിപതിയായി ദേശത്തുണ്ട്. ദബോര ബാരാക്കിനോട് പറഞ്ഞു, നീ യുദ്ധത്തിന് പോ. ഈ സീസനെയും സൈന്യത്തെയും ദൈവം നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. ബാരാക്ക ദബോരെ കൂടെ വിളിച്ചു, നീ കൂടെ യുദ്ധത്തിന് വരാൻ പോകും. ആ യുദ്ധത്തിൽ യഹോവയായ ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ഇറങ്ങി വന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായം. ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 14-ാമത്തെ വാക്യം. 14-ാമത്തെ വാക്യം. 4-ാം അധ്യായം 14-ാം വാക്യം. അപ്പോൾ ദബോര ബാരാക്കിനോട് ആ ആ യഹോവ നിനക്ക് മുമ്പായി പുറപ്പെട്ടിരിക്കുന്നു. ആ നിർണായക യുദ്ധം ബാരാക്കിനെ കൊണ്ടല്ല ചെയ്തത്. 900 ഇരുമ്പ് രഥങ്ങളുമായി വന്ന ശത്രുവിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കുവാൻ ദൈവജനത്തിന് ത്രാണിയില്ലെന്നറിഞ്ഞ ദൈവം പ്രവാചകയിൽ കൂടി പ്രവചിപ്പിക്കുന്നു, നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ യഹോവ നിനക്ക് മുമ്പായി ഇറങ്ങിയിട്ടുണ്ട്. പൊരിഞ്ഞ യുദ്ധം നടന്നു. ആ യുദ്ധത്തിൽ കുതിര കുളമ്പടികൾ ഖട്ടനം ചെയ്യപ്പെട്ടു. പല വ്യാഖ്യാനങ്ങൾ ആ വാക്യത്തിന് കൊടുക്കാതുണ്ട്. ഖട്ടനം ചെയ്തു. ഇംഗ്ലീഷിൽ പ്രാണിങ്സ് എന്നാ പറഞ്ഞേക്കുന്നത്. കുതിര കുതിച്ച് ചാടുമ്പോൾ ഇതിൻ്റെ കാലുകൾ തമ്മിൽ കൂട്ടി അടിക്കും. ആ കൂട്ടിത്തല്ലലിനാണ് പ്രാണിങ്സ് എന്ന് പറയുന്നത്. അങ്ങനെ കൂട്ടിത്തല്ലുമ്പോൾ ലാടമങ്ങളവും കുതിച്ച് ചാടുന്നുണ്ട്. കുതിര കുളമ്പുകൾ കൂട്ടിത്തല്ലാൻ തുടങ്ങി. ഈ കുതിരകൾക്ക് ഒരടി പോലും മുന്നോട്ട് വയ്ക്കാൻ വയ്യ. കുതിരകൾ രഥങ്ങൾ മുമ്പോട്ട് ഓടുന്നില്ല. സീസറി അപകടം മനസ്സിലായി. എല്ലാ രഥങ്ങളും മുമ്പോട്ട് പോകാൻ വയ്യാതെ വണ്ണം കുതിര കുളമ്പുകൾ ഖട്ടനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സീസറി രഥത്തിൽ നിന്ന് ഇറങ്ങി. അവന് ഓടി യായേലിന്റെ കൂടാരത്തിൽ ചെന്ന് ഒളിച്ചു കടന്നു. കുടിപ്പാൻ വെള്ളം ചോദിച്ചു. വിവേകമതിയായ യായേൽ
പാൽ തുരുത്തി തുറന്ന് പാൽ കുടിക്കാൻ കൊടുത്തു. ഒരു പരവതാനി കൊണ്ട് അവനെ മൂടി. പിന്നെ കൂടാരത്തിൽ നടക്കുന്നത് ഇവൻ കാണാൻ പാടില്ല. ശത്രു തൻ്റെ കൂടാരത്തിൽ ഒളിച്ചു കിടക്കുക. ഇന്ന് ശത്രു എൻ്റെ കൂടാരത്തിൽ തകരണം. അവള് മാത്രമേ അന്നേരം ആ വീട്ടിലുള്ളൂ, ഒരു പുരുഷനുമില്ല. പണിക്കാരുടെ ചുറ്റിക കിടക്കുന്ന കണ്ടു, അവൾ കയ്യിലെടുത്തു. ചുറ്റിക മാത്രം പോയല്ലോ, അവൾ കുറ്റിയെടുത്തു. ഈ മലയാളം വേദപുസ്തകത്തിൽ കുറ്റിയെടുത്തു എന്ന് വായിക്കുമ്പോൾ താഴെ കിടക്കുന്ന ഒരു കുറ്റി എടുത്തെന്നൊരു ധ്വനി നമുക്ക് തോന്നും. അങ്ങനല്ല. ഡേക്സ് ബൈബിളിൽ ആ ഭാഗത്ത് ഒരു ഫുട് നോട്ട് കൊടുത്തിട്ടുണ്ട്. കൂടാരത്തിന്റെ കുറ്റി ഇളക്കിയെടുത്തു. ബൈബിൾ കമന്ററികളിൽ അങ്ങനെ എഴുതിയേക്കുന്നത്. കൂടാരത്തിന്റെ കുറ്റികളിൽ ഒന്ന് ഇളക്കിയെടുത്തെന്നാണ്. കുറ്റികളിൽ കാത് കെട്ടി ടെന്റ് പണിത പോലെ അവളുടെ കൂടാരം. അതിൽ ഒരു കുറ്റി ഇളകിയാൽ കൂടാരം ചായും. പക്ഷെ ഇവൾ ആ കുറ്റിയിൽ നിന്ന് കൈ വിട്ടില്ല, ഇളക്കിയെടുത്തു. അപ്പോഴത്തേക്കും കൂടാരം ചാഞ്ഞു. എൻ്റെ കൂടാരം ചാഞ്ഞാലും വേണ്ടില്ല, ഇന്ന് ശത്രു എൻ്റെ കൂടാരത്തിൽ തകരണം. ശത്രുവിനെതിരായി പടപൊരുതുന്ന ദൈവദാസന്മാരുടെ ദൈവദാസിമാരുടെ ആ കംഫർട്ട് സോണിന്, സുഖ സൗകര്യങ്ങൾക്ക് വിഘ്നങ്ങൾ സംഭവിക്കാം. അത് വകവയ്ക്കാതാണ് ദൈവദാസന്മാർ ഈ പടക്കളത്തിൽ നിൽക്കുന്നത്. അവൾ ആ കുറ്റി കയ്യിലെടുത്തു, ചുറ്റികയെടുത്തു. ഉറങ്ങിക്കിടക്കുന്ന സീസയുടെ ഈ ചെവിയിലോട്ട് വച്ച ഒറ്റ അടി അടിച്ചു. എൻ്റെ പൊന്നെ, എന്തൊരടിയാന്നറിയോ! ഈ ചെവി കൂടെ കയറി, ഈ ചെവി കൂടെ ചാടി നിലത്ത് നിന്ന് ഉറച്ചിരുന്നു. അപ്പൊ അടിയുടെ ബലം നോക്കിക്കോണം. ആ നിലയിൽ യായേൽ സീസരെ തല്ലി തകർത്തു. 5-ാം അധ്യായം ജയത്തിൻ്റെ പാട്ടാണ്. ആ പാട്ടിൽ യായേൽ പാടുന്ന വാക്യം കൂടെ വായിച്ച എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ പോവുക. 5-ാം അധ്യായം എടുത്തേ, ന്യായന്മാരുടെ പുസ്തകം 5-ാം അധ്യായം, അതിൻ്റെ 13-ാം വാക്യം ഒന്ന് വായിച്ചേ. 13-ാം വാക്യം. അന്ന് ശ്രേഷ്ഠന്മാരുടെ ശിഷ്ടവും ഇറങ്ങി വന്നു. ശ്രദ്ധിച്ചോ, വീരന്മാരുടെ മധ്യേ യഹോവയും എനിക്ക് വേണ്ടി ഇറങ്ങി വന്നു. ഈ യുദ്ധം ജയിക്കുവാൻ കാരണം ഞങ്ങളുടെ കായബലമല്ല, ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ഒരുത്തൻ ഇറങ്ങി വന്നു. തലകളെ വണക്കാം, കണ്ണുകളെ അടയ്ക്കാം. സ്തോത്രം, സ്തോത്രം. സമയം അവസാനിക്കുക. ദൈവത്തിലെ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ, നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ഒരുവൻ നിനക്ക് വേണ്ടി ഇറങ്ങി വന്നിട്ടുണ്ട്. സ്തോത്രം. ചില പടക്കളത്തിൽ വമ്പൻ ശക്തികൾ നിനക്കെതിരായി യുദ്ധം ചെയ്യുവാൻ എഴുന്നേൽക്കുമ്പോൾ, നിന്റെ തലമുറയ്ക്കെതിരായി വെല്ലുവിളിച്ച് നിൽക്കുമ്പോൾ, നിന്നെ തനിച്ച് പടക്കളത്തിൽ നിർത്തുകയല്ല, നിനക്ക് വേണ്ടി അവൻ യുദ്ധം ചെയ്യും. ചൂടാലാബാഷ്, ശാന്താലാബാഷ്. ദഹിപ്പിക്കുന്ന അഗ്നിയായി ഇസ്രായേലിന്റെ പരിശുദ്ധൻ തന്റെ ജനത്തിന് വേണ്ടി കത്തിക്കഴിഞ്ഞു. നിന്റെ അവകാശത്തിന്റെ മേൽ, നിന്റെ തലമുറയുടെ മേൽ കൈവച്ചിരിക്കുന്ന ഇരുട്ടിന്റെ ശക്തികളെ സ്തോത്രം. അല്പസമയം നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. രക്തത്താൽ ജയം. യുദ്ധം ചെയ്യുന്ന യുദ്ധവീരനായ യഹോവ തന്റെ ജനത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ നമ്മുടെ മധ്യേ ഇറങ്ങി വന്നിട്ടുണ്ട്. ദഹിപ്പിക്കുന്ന അഗ്നിയായി അവകാശത്തിന്റെ മേൽ കൈവച്ചിരിക്കുന്ന ജാതീയ ശക്തികളെ നശിപ്പിക്കുവാൻ ദഹിപ്പിക്കുന്ന അഗ്നിയായി വെളിപ്പെട്ടിട്ടുണ്ട്. ആ കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം.
Udabalamdala Budalaba, Chidalaba, Hamdalaba, Vaidalaba, Udabalamdala Budalaba, Shikaraba, Hamdalaba, Vaidalaba, Udaraba, Dikadaba, Hudalaba, Dikaraba, Udabalamdala Budalpalaba, Dikaramda, Vaidaraba, Chidaraba, Udaramda, Vaida de Prabha de Pravda, Chibaraba, Dibaraba, Ubaraba, Chikaraba, Hamdalaba, Vaidaraba, Udaraba, Shivaraba, Vaidaraba, Digaskandala. Vaidaraba, Chikaraba, Hamdalaba, Vaidalaba, Oreka Bala Bala, Shikaraba, Udabala, Chidabala, Chikaraba, Hamdalaba, Ore Karabala, Shikaraba, Hamdalaba, Deva Shakti Vyavarikata, Amen. Udabala, Shamdalaba, Hamdalaba, Vaidalaba, Deva Vajratina Shakti, yes. Udabala, Shikaraba, Hamdalaba, Udababa, Ribalaba, Vaidalaba, Chudabala, Dekaba Regabala Shudabala, Udaba Regadala Shudabala, Dokaba Regadala Dirabala, Budabala, Dekaba Regadaba Shikaraba, Udaba Regadaba Chudabala, Odaba Regadala Dikabala, Adaba Ramdala, Udaba, Asatyamana, Nenekatoniadene, Satyamakavan, in the Bagalkalam, Devam Nenekaman Bai, oh, Iragirikugia. Adaraba, Shikaraba, Hamdalaba, Vaidalaba, Udaraba, Shikaramda, Vaidalaba, or the Mishagure, Shakti Ode, yes, Adaraba, Shikaraba, Hamdalaba, Adaraba, Shikaraba, Hamdalaba, Udaraba, Shikaraba, Dikaraba, Caesare Tagarkan, Pravartichavanaya Deva, Ashurina Tagarta Deva, Shatropalete, Udacha Deva, in the Bagalkalam Deva Vaidale. നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ദുഷ്ടന്റെ ശക്തികളെ ആരവാരവത്തെ ഒതുക്കുവാൻ അവരുടെ കരവിന്റെ പകൽക്കാലം അവൻ ചലിക്കുന്ന പകലത്രേ. അടബാല ചിക്കരാബ ഹംദലാബ ഉടബാല ശിവരാബ ഹുഡരാബ ഓരേ കരബാല ദിവാരാബ രാംദല വൈഡബ ചുടബല ബൗഡബല ആരക രാംദല ബൗഡബ ഉടബല ശംദല ബൗഡബ ലോകബ രഗദല ദൈവിക ദൂത ഏറ്റെടുത്ത് ആരാധിക്കുക. Yes. Adabara bala bala, Chudabala, Budabala, Dibaraba, Vaidaba, Regadala, Chudabal, Kalkaba, Vaidaba, Dirabala, Dekaba, Regadaba, Dekaba, Ramdala, Budaba, Dekaba, Regadala, Chudabala, Deka, Regada, Prababa, Dekaba, Regadala, Chudabala, Vaidaba, Ramdala, Budaba, Vaida, Regada. കരങ്ങളും അധരങ്ങളും ഒരുപോലെ കർത്താവിന്റെ ദാസനെ ശക്തമായിട്ട് നമ്മുടെ നടുവിൽ ഉപയോഗിച്ചല്ലോ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഹൃദയമായി ഇടപെട്ടുകൊണ്ടിരുന്നല്ലോ. പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കർത്താവ് നമ്മോട് സംസാരിച്ചു. ദൈവം തൻ്റെ ജനത്തിന് മുൻപായി നടന്ന 7 സംഭവങ്ങളെക്കുറിച്ച് ആധികാരികമായി പഠിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. ഹല്ലേലൂയ. തൻ്റെ ജനത്തിന് വഴി പറഞ്ഞു കൊടുക്കുവാൻ പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിത്തൂണിലും ഇസ്രായേൽ ജനത്തിന് മുൻപായി കടന്നുപോയെങ്കിൽ ഇന്ന് പകൽക്കാലവും ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തി. ദൈവത്തിൻ്റെ പൈതലേ, നിനക്ക് മുൻപായി ഈ ദൈവം കടന്നുപോയിക്കൊണ്ടിരിക്കപ്പെടുകയാണ്. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഉച്ച കഴിഞ്ഞുള്ള സെക്ഷനും വൈകുന്നേരമുള്ള സെക്ഷനും ഏറ്റവും അനുഗ്രഹമായി തീരുവാനും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വൈകുന്നേര സമയത്തും കർത്താവിൻ്റെ വലിയൊരു ദാസനെ ദൈവശക്തമായിട്ട് നമ്മുടെ നടുവിൽ ഉപയോഗിക്കുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നാം എല്ലാവരും വളരെ ശക്തമായി പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് ജി സോമൻ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് ഇവിടെ അവസാനിക്കും. പ്രാർത്ഥിക്കാൻ കണ്ണുകളടയ്ക്കാം. സ്വർഗ്ഗാധിസ്വങ്ങളിൽ അധിവസിക്കുന്ന നല്ല ദൈവമേ, സ്തോത്രം. ഈ അനുഗ്രഹമേറിയ സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. അങ്ങയുടെ മാറ്റമില്ലാത്ത തിരുവചനം ഇന്ന് പകൽക്കാലം കേൾക്കുവാൻ ഞങ്ങളെ സഹായിച്ച നല്ല അവസരത്തെ ഓർത്ത് സ്തുതിക്കുന്നു. പിതാവ്, ഉപവാസത്തിൻ്റെ 5-ാം ദിവസവും ദൈവത്തിൻ്റെ വലിയ സാധ്യവും പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ വെളിപ്പെട്ടിരുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ വിഷയത്തെ ദൈവകലനം കേൾപ്പിക്കുന്നു. വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരുവാൻ സ്വർഗ്ഗം കൃപ ചെയ്യേണ്ടതിനായി ഞങ്ങളിങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഞങ്ങൾക്ക് മുൻപായി കടന്നു പോകുന്ന ഒരു ദൈവത്തെ ഞങ്ങളുടെ മുമ്പേ ആമയെ സ്തോത്രം വരച്ച് കാട്ടുവാൻ സ്വർഗ്ഗം സഹായിച്ച നല്ല കൃപകൾക്ക് ഓർത്ത് സ്തുതിക്കുന്നു. ഞാൻ നിനക്ക് മുമ്പായി കടന്നു ചെന്ന് ദുർഘടങ്ങളെ ഇടിച്ചു നിരപ്പാക്കി താമ്രവാതിലുകളെ തകർത്തു ഓടാമ്പലുകളെ കണ്ണിച്ചു വഴിയൊരുക്കുന്ന ആമെ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഇന്ന് പകൽക്കാലം വീണ്ടും ഞങ്ങളുടെ മധ്യത്തിൽ ആമെ സംസാരിക്കുവാനോ അത് കേൾക്കുവാനോ അത് വിടുതലായി കാരണമായി തീരുവാനും സ്വർഗ്ഗം ഞങ്ങളെ സഹായിച്ച കൃപകളെ ഓർത്ത് സ്തുതിക്കുന്നു. പിതാവേ, മരുഭൂമിയിൽ ഞങ്ങളോട് ആമെ സ്നേഹത്തോട് കൂടെ ഇരുന്ന ദൈവം, ആമെ യുദ്ധം ചെയ്യുവാൻ ഇറങ്ങി വന്ന ദൈവം, സ്തോത്രം. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ശത്രുക്കളെ തകർക്കുവാൻ ആമെ വെളിപ്പെട്ടു വന്ന ദൈവം,
ആമേ ഞങ്ങൾക്ക് മുൻപായി കടന്നു പോകുന്ന ആമേ ദൈവത്തെ ഇന്ന് ഒരിക്കൽ കൂടി പരിചയപ്പെടുത്തുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. തൻ്റെ ദാസനെ ബലപ്പെടുത്തിയ കൃപകൾക്കായി സ്തുതിക്കുന്നു. തിരുനാമ മഹത്വത്തിന് വേണ്ടി ഏൽപ്പിക്കുന്നു. വീണ്ടും ആമേ സ്തോത്രം രാത്രി നടക്കുന്ന ആമേ സ്തോത്രം കൂട്ടായ്മയെ സ്വർഗം അനുഗ്രഹിക്കണം. മധ്യസ്ഥ പ്രാർത്ഥനയെ ആമേ ഏറെ അനുഗ്രഹമായി തീരാൻ സ്വർഗം കൃപ ചെയ്യണം. ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട ദൈവത്തിന് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ.